അനുപമയുടെ കരച്ചിൽ കേട്ട് ഉണർന്നു കിടക്കുകയായിരുന്ന പ്രതാപൻ ചാടി എണീറ്റു. എന്താ മോളെ? യമുന ചേച്ചിയെ കാണാനില്ല. ഞാൻ മുറിയൊക്കെ നോക്കി. രാത്രിയിൽ ഒരു തൊപ്പിക്കാരൻ മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടച്ചാ. എനിക്ക് തോന്നിയതായിരിക്കും. യമുന അപ്പുറത്തുണ്ടോ എന്ന് നോക്ക്. ചിലപ്പോ ടോയ്ലറ്റിൽ പോയതായിരിക്കും. ഞാൻ നോക്കട്ടെ. അനുപമ യമുനയെ വിളിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ കയറി ഇറങ്ങി. അപ്പോൾ മുറ്റത്തെ മരത്തിന്റെ ചുവട്ടിൽ യമുന ദൂരേക്ക് നോക്കി നിൽക്കുന്നത് പ്രതാപം കണ്ടു. മോളെ അനു, യമുന അതാ മുറ്റത്ത് നിൽപ്പുണ്ട്, അയാൾ വിളിച്ചു പറഞ്ഞു. അനുപമ യമുനയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പേടിച്ചുപോയി. ചേച്ചി എപ്പോഴാ ഇവിടെ വന്ന് നിന്നത്? നേരം പുലർന്നപ്പോഴേ ഉണർന്നു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രം. ഞാൻ ഓർത്തു ചേച്ചി ആ തൊപ്പിക്കാരൻ പിടിച്ചോണ്ട് പോയെന്ന്. ഇന്നലെ രാത്രി അയാൾ ജനാലയിലൂടെ നോക്കുന്നത് ഞാൻ കണ്ടു. അത് പറഞ്ഞപ്പോൾ അനുവിന്റെ മുഖത്ത് ഭയം ചേക്കേറുന്നത് യമുന കണ്ടു. അയാൾ എന്നെ തേടി വന്നതായിരിക്കും. ഞങ്ങൾ രക്ഷപ്പെട്ട വിവരം അയാൾ മനസ്സിലാക്കി കാണും. എങ്കിൽ ചേച്ചി സൂക്ഷിക്കണം. അയാളെ കുറിച്ച് കേട്ടപ്പോ എനിക്കും പേടി തോന്നുന്നു. അടുത്ത ആഴ്ച അച്ഛനോടൊപ്പം ഞാൻ നാട്ടിലേക്ക് പോകും. നാളെ തന്നെ പോകുന്നതാണ് നല്ലത്. അവന്റെ കണ്ണിൽ പെട്ട സ്ഥിതിക്ക് ഇനി കരുതിയിരിക്കണം. നമുക്കൊന്ന് നടന്നിട്ട് വരാം. നീ എന്റെ ഒപ്പം വരാമോ? ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. അനുപമ വീട്ടിലേക്ക് ഓടിപ്പോയി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നു. അധിക ദൂരം പോകരുതെന്ന അച്ഛൻ പറഞ്ഞത്. നമുക്ക് അരുവിയുടെ തീരത്ത് വരെ പോയാൽ മതി. സുനിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ആദിവാസികൾ അരിച്ചു പെറുക്കിയിട്ട് കാണാത്ത ആളെ എങ്ങനെ കണ്ടെത്തും? ആ തൊപ്പിക്കാരെ പിടിച്ചോണ്ട് പോയി കാണും. അറം പറ്റുന്ന വാക്കുകൾ പറയാതനു. ഓർക്കുമ്പോ എനിക്ക് പേടിയാ. അവൾ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നടന്ന് പുഴയുടെ തീരത്തെത്തി. തൊട്ടടുത്ത മണ്ണപ്പം ചുട്ടുവെച്ചതുപോലെ ആദിവാസി കുടിലുകൾ കണ്ടു. അനുപമയും യമുനയും തണുത്ത വെള്ളത്തിലിറങ്ങി കൈയും മുഖവും കഴുകി. പിന്നെ തീരത്തുകൂടി കുറച്ചു ദൂരം നടന്നു നോക്കി. അതൊരു കയമാ, നല്ല ആഴമുണ്ടെന്ന അച്ഛൻ പറഞ്ഞത്. അനുപമ കൈ ചൂണ്ടി. അപ്പോഴാണ് യമുന ആ കാഴ്ച കണ്ടത്. പാറകൾക്കിടയിൽ ഒരാൾ കമിഴ്ന്നു കിടക്കുന്നു. അവിടെ ഒരാൾ. യമുന ഓടിച്ചെന്നു. പിന്നാലെ അനുവും. ദൈവമേ, സുനിലാണല്ലോ. യമുന സന്തോഷത്തോടെ അവന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ശ്വാസം എടുക്കുന്നുണ്ട്, മരിച്ചിട്ടില്ല. സുനിൽ, സുനിൽ, അവൾ അയാളെ കുലുക്കി വിളിച്ചു. അനുപമ കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളം എടുത്ത് അവന്റെ മുഖത്ത് തളിച്ചു. സുനിൽ ഞെരങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. എന്നിട്ട് പകപ്പോടെ ചുറ്റും നോക്കി. സുനിലെ, അവൾ സന്തോഷത്തോടെ വിളിച്ചു. ഞാൻ ഞാൻ എവിടെയാണ്? അവൻ എണീക്കാൻ ശ്രമിച്ചു. യമുന സഹായിച്ചു. സുനിൽ എണീറ്റിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കൈകാലുകളിൽ കുറച്ച് തൊലി പോയിട്ടുണ്ട്. പിന്നെ ശരീരം മൊത്തം വേദനയുണ്ട്. അത് സാരമില്ല. ഭാഗ്യം കൊണ്ടാ സുനിൽ രക്ഷപ്പെട്ടത്. ഇതാരാ? അനുപമയെ നോക്കിക്കൊണ്ട് അവൻ തിരക്കി. എല്ലാം പറയാം, സുനിൽ വരൂ. അവൻ എണീറ്റ് നിന്നു. നടക്കാൻ പറ്റുമല്ലോ അല്ലേ? അവർ ക്വാർട്ടേഴ്സിലേക്ക് പോയി. യമുന അതുവരെ ഉണ്ടായതെല്ലാം സുനിലിനോട് പറഞ്ഞു. രാവിലെ അശോക് സർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ആ തൊപ്പിക്കാരൻ സുനിലിനെ കാണാതിരുന്നത് മഹാഭാഗ്യം. പെട്ടെന്ന് പൊന്തക്കാടുകൾക്കുള്ളിൽ ഒരു ചലനമുണ്ടായി. അവർ പേടിയോടെ നോക്കുമ്പോൾ കാട്ടിനുള്ളിൽ നിന്നും ഒരു ചെന്നായ ചാടി വീണു. അയ്യോ സുനിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നാലെ വന്ന ചെന്നായാണിത്. യമുന നിലവിളിച്ചു. വരൂ, നമുക്ക് രക്ഷപ്പെടാം. യമുന അനുവിനെയും വിളിച്ചുകൊണ്ട് ഓടി. കാലുവയ്യാത്ത സുനിലിന് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നില്ല. ചെന്നായ ഒറ്റ കുതിപ്പിന് സുനിലിന്റെ പിന്നിലെത്തി. ടേ! അടുത്ത നിമിഷം ഒരു വെടി പൊട്ടി. ചെന്നായയുടെ പള്ളയ്ക്ക് ബുള്ളറ്റ് തറച്ചു. അത് ഞരക്കത്തോടെ ചത്തു വീണു. വെടിശബ്ദം കേട്ട ഭാഗത്തേക്ക് മൂവരും തിരിഞ്ഞു നോക്കി. തോക്കുമായി പ്രതാപൻ നിൽക്കുന്നു. അച്ഛൻ! അനു മന്ത്രിച്ചു. പ്രതാപൻ അവർക്കടുത്തേക്ക് വന്നു. സാറേ, ഇതാണ് സുനിൽ. പാറക്കെട്ടുകൾക്കിടയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു, യമുന പറഞ്ഞു. അവൾ സുനിലിനെ പ്രതാപനെ പരിചയപ്പെടുത്തി. സാറ് വന്നത് കൃത്യസമയത്താണ്. ഇല്ലെങ്കിൽ ആ ജന്തു എന്നെ കടിച്ചു കൊന്നേനെ. ഇതാണോ ഇന്നലെ മുതൽ നിങ്ങളുടെ പിന്നാലെ വന്ന ജന്തു? അതെ സർ. അത് ചത്തല്ലോ, ഭാഗ്യം. അശോക് സാറിനെ വിളിച്ച് സുനിൽ ചന്ദ്രനെ കണ്ടെത്തിയ കാര്യം പറയണം. അവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, യമുന ആഹ്ലാദത്തോടെ പറഞ്ഞു. അവർ ക്വാർട്ടേഴ്സിലെത്തി. യമുന അശോകിന്റെ മൊബൈലിലേക്ക് വിളിച്ച വിവരം പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അശോക് പറഞ്ഞു. അനുപമയും യമുനയും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സുനിലിന്റെ നഷ്ടപ്പെട്ട ഉന്മേഷം തിരിച്ചു കിട്ടി. സ്വർണ്ണത്താമരയിലെ പാട്ട് സീൻ ഉഗ്രനായിരുന്നു കേട്ടോ, അനുപമ പറഞ്ഞു. അനു സുനിലിന്റെ സിനിമ കണ്ടിരുന്നോ? യമുന ചോദിച്ചു.
ഉവ്, ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചാണ് തിയേറ്ററിൽ പോയി സ്വർണ്ണത്താമര കണ്ടത്, അവൾ പറഞ്ഞു. അപ്പോൾ പുറത്ത് കുറെ ആദിവാസികൾ എത്തി. അവരെ കണ്ട് പ്രതാപൻ ഇറങ്ങിച്ചെന്നു. സാറേ, ഞങ്ങൾ കതിറിനെ മരത്തിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, മരുത് പറഞ്ഞു. 2 ദിവസം അവിടെ കിടക്കട്ടെ, പച്ചവെള്ളം കൊടുക്കരുത്. അവന്റെ അസുഖം മാറുമോന്ന് നമുക്ക് നോക്കാം. പ്രതാപൻ മരുതിനെ നോക്കി. അവർ തലയിളക്കി. വെള്ളച്ചാട്ടത്തിൽ വീണയാളെ കണ്ടുകിട്ടി. ഇനി നിങ്ങൾ അന്വേഷിക്കണ്ട, സുനിലിനെ കാണിച്ചുകൊണ്ട് പ്രതാപൻ പറഞ്ഞു. ഇന്നലെ രാത്രി പാഞ്ചാലിയെ കാണാതായി സാറേ. ആ തൊപ്പിക്കാരൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ ദുഃഖത്തോടെ പറഞ്ഞു. അവന്റെ രഹസ്യം ഞങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ സമാധാനിക്ക്, വീറോടെ സുനിൽ പറഞ്ഞു. യമുന അത്ഭുതത്തോടെ അവനെ നോക്കി. ആദിവാസികൾ യാത്ര പറഞ്ഞു പോയി. സമയം ഇഴഞ്ഞു നീങ്ങി. ദൂരെ നിന്നും ഒരു വാഹനത്തിന്റെ ശബ്ദം അവർ കേട്ടു. അശോക് സാറായിരിക്കും, യമുന പറഞ്ഞു. ചെമ്മൺ റോഡിന്റെ അറ്റത്ത് ഒരു വാഹനം പ്രത്യക്ഷപ്പെട്ടു. അത് അടുത്ത് വന്നു. യൂണിറ്റിന്റെ വണ്ടി യമുന തിരിച്ചറിഞ്ഞു. ആ ബൊലേറോ ജീപ്പ് ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്ന് ഡയറക്ടർ ദേവനും അശോകനും പുറത്തിറങ്ങി. 1-2 ആളുകൾ വണ്ടിക്കുള്ളിൽ ഇരുന്നതേയുള്ളൂ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്കരികിലേക്ക് വന്ന അശോക് ചോദിച്ചു. ഇല്ല സർ, പ്രതാപൻ സാർ വന്നതുകൊണ്ടാ ഞങ്ങൾക്ക് ജീവനോട് ഇരിക്കുന്നത്, യമുന പറഞ്ഞു. കയറിയിരിക്കൂ, പ്രതാപൻ ആഗതരോട് പറഞ്ഞു. സമയമില്ല സർ, ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങേണ്ട ദിവസമാണ്. സമയം വൈകിയാലും തുടങ്ങണം. വിവരമൊക്കെ യമുന പറഞ്ഞു. ആ തൊപ്പിക്കാരൻ ഒരു ക്രിമിനലാണ്, അയാൾ അറിയാതെ ഒന്നും സംഭവിക്കില്ല, പ്രതാപൻ അശോകനെ നോക്കി. ഞങ്ങൾ അവന്റെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു, അതുകൊണ്ടാണ് ഞങ്ങളെ കൊല്ലാൻ വന്നത്, സുനിൽ പറഞ്ഞു. ഞാൻ ഇന്നലെ CI ടൈഗർ വിഷ്ണുമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പോലീസ് ഫോഴ്സുമായി ആ പഴയ പള്ളിക്കെട്ടിടം അരിച്ചു പെറുക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്യുമെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എത്രയും പെട്ടെന്ന് വേണം സർ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും, വീറോടെ സുനിൽ പറഞ്ഞു. പ്രതാപനോട് അനുപമയോട് യാത്ര പറഞ്ഞ് യമുനയും സുനിലും ജീപ്പിൽ കയറി. ജീപ്പ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ അവർ നോക്കി നിന്നു. ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ, അനു പറഞ്ഞു. നിന്നെ കാട്ടിലേക്ക് കൊണ്ടുവന്നത് തെറ്റായിപ്പോയി. നാളെ തന്നെ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാം, അനുപമ തലകുലുക്കി. യൂണിറ്റ് അംഗങ്ങളെല്ലാം ഹോട്ടലിൽ അവരെ കാത്തിരിക്കുകയായിരുന്നു. യമുനയെയും സുനിലിനെയും ജീവനോടെ കണ്ടതും അവർക്കെല്ലാം ആശ്വാസമായി. ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിക്കാം അല്ലേ സർ? അശോക് ദേവനെ നോക്കി. അതെ, ലൊക്കേഷനും മറ്റും ഓക്കെയാണ്. പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്. ഇനി അനുമതിയില്ലാതെ ആരും ഹോട്ടൽ വിട്ട് പുറത്തേക്ക് പോകരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഷൂട്ടിംഗ് തീർക്കണം, അവിടെ ഉണ്ടായിരുന്നവരോടായി അശോക് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ആരുടെ സീനാണ് എടുക്കുന്നത്? അശോക് ദേവനെ നോക്കി. ലോലിതയുടെ സീൻ എടുക്കാം. ഇനി കൂടുതലും അവളുടെ സീനാണുള്ളത്, സ്ക്രിപ്റ്റിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. ലോലിത എവിടെ? അവൾ റൂമിലുണ്ട്. എടുക്കുന്ന സീനിനെ കുറിച്ച് പറഞ്ഞില്ലേ? അശോക് അസിസ്റ്റന്റ് ഡയറക്ടറെ നോക്കി. ഓഹോ സർ, സീൻ എഴുതി കൊടുത്തിട്ടുണ്ട്, മാഡം അത് നോക്കിയാണ്. ഉച്ചഭക്ഷണം റെസ്റ്റോറന്റിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ? പ്രൊഡക്ഷന്റെ ചുമതല വഹിക്കുന്നയാളോട് അശോക് തിരക്കി. എല്ലാം റെഡിയാണ് സർ. അശോക് വാച്ചിൽ നോക്കി. 1 മണി കഴിഞ്ഞു. എങ്കിൽ ലഞ്ചിന് ശേഷം നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാം. നീ പോയി ലോലിതയെ കൂടി വിളിച്ചോളൂ, പ്രൊഡക്ഷനിലെ ഒരു പയ്യനോട് അശോക് പറഞ്ഞു. അവൻ ലോലിതയെ വിളിക്കാനായി മുറിയിലേക്ക് ചെന്നു. അപ്പോൾ വരാന്തയിലൂടെ ഒരു തൊപ്പിക്കാരൻ അവനെ കടന്നുപോയി. പയ്യൻ ചെന്ന് വാതിൽ മുട്ടി. ലോലിത വാതിൽ തുറന്നു. ലഞ്ച് കഴിക്കാൻ മാഡത്തിനോട് വരാൻ അശോക് സർ പറഞ്ഞു. റെസ്റ്റോറന്റിലേക്കല്ലേ? ഞാൻ വന്നോളാം. ശരി മാഡം. പയ്യൻ തിരിച്ചു പോന്നു. ലോലിത ഡ്രസ്സുകൾ വെക്കുന്ന അലമാര വലിച്ചു തുറന്നു. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് തൊപ്പി വെച്ചൊരു മുഖം മൂടി നിലത്തേക്ക് ചാടി. ശബ്ദിക്കരുത്! അയാളുടെ കയ്യിൽ തിളങ്ങുന്ന കടാര കണ്ട് ലോലിത സ്തംഭിച്ചു നിന്നു. നിങ്ങൾ ആരാണ്? എങ്ങനെ ഈ മുറിയിൽ കയറി? ധൈര്യം സംഭരിച്ചുകൊണ്ട് ലോലിത ചോദിച്ചു. നീ ഒളിച്ചു താമസിച്ചാ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഒടുവിൽ നീയും നിന്റെ രക്ഷകനും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ എത്തി, അയാൾ പറഞ്ഞു. ഓ, നിങ്ങൾ ഫെലിക്സിയുടെ ഗുണ്ടയാണല്ലേ? മുറിയിൽ നിന്ന് പുറത്തിറങ്ങ്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. നീ ജീവനോടെ ഇരുന്നാലല്ലേ പോലീസിനെ വിളിക്കാൻ സാധിക്കൂ. നിന്നെ തീർത്തിട്ട് ചെന്നേക്കാനാണ് ഫെലിക്സിയുടെ ഉത്തരവ്. ലോലിത പെട്ടെന്ന് മൊബൈൽ എടുത്തു. അയാൾ ഫോൺ തട്ടിപ്പറിച്ചു. ഓവർ സ്മാർട്ട് ആകരുത്. നീ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞ ദിവസം നിന്റെ മുറി തുറന്ന് അകത്ത് കയറിയത് ഞാനാണ്. നീയായിരുന്നു അത്? ഞാൻ ഊഹിച്ചു. ഫെലിക്സിയുടെ എച്ചിൽ നിൽക്കുന്ന ഏതെങ്കിലും നായ്ക്കളായിരിക്കും അതെന്ന്. ആയിന്റെ മോളെ, പ്രസംഗിക്കുന്നു! മുഖംമൂടി അവളുടെ കവിളെ താഞ്ഞടിച്ചു. ലോലിത വട്ടം കറങ്ങി കിടക്കിലേക്ക് വീണുപോയി. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു.
കഠാര ലോലിതയുടെ താടിയിൽ മുട്ടിച്ചു പിടിച്ചു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, നിന്നോടല്ല, ഫെലിക്സിയോട്. അയാളോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഫെലിക്സിയോട് പറഞ്ഞോളാം. എനിക്കൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലടാ. നീ ജാക്കിയല്ലേ, എനിക്കറിയാം. ലോലിത ചാടി എണീറ്റ് അവന്റെ മുഖംമൂടി വലിച്ചു മാറ്റി. ഓർക്കാപ്പുറത്തായതിനാൽ അയാൾ പതറിപ്പോയി. ജാക്കി, നിനക്ക് ഞാൻ 2 ലക്ഷം രൂപ തരാം. നീ പോയി ഫെലിക്സിയെ കൊല്ലുമോ? അവളുടെ ചോദ്യം കേട്ട് ജാക്കി പകച്ചുപോയി. അല്ലെങ്കിൽ വേണ്ട. ഫെലിക്സി നിനക്ക് ഓഫർ ചെയ്തതിലും 1/2 ലക്ഷം രൂപ ഞാൻ കൂടുതൽ തരാം. അവനെ കൊല്ലാൻ നിനക്ക് പറ്റുമോ? അത് ജാക്കിക്ക് ഉത്തരം മുട്ടി. ആലോചിച്ച് എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. എനിക്കിപ്പോ സമയമില്ല, ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നു. ലോലിത പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ജാക്കി ഓടി വന്നപ്പോഴേക്കും അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഛേ! ജാക്കി കടാര പോക്കറ്റിൽ തിരികെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വരാന്തയിലൂടെ നടന്നുപോയി. എന്തായടാ, ആ നായിന്റെ മോളെ കാലപുരുക്കി പറഞ്ഞു വിട്ടോ? അലക്സാണ്ടർ ഫെലിക്സിയുടെ മുറിയിലേക്ക് ചെന്ന ജാക്കിയോട് അയാൾ ചോദിച്ചു. ഇല്ല സർ, ആ മുറിയിൽ വേറെ ആളുകളുണ്ടായിരുന്നു. ജാക്കി വായിൽ തോന്നിയ കള്ളം പറഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് അവൾ അവിടുന്ന് ജീവനോടെ പോകരുത്. എനിക്ക് മറ്റവനെയും വേണം, അശോകിനെ. ജാക്കി ഒന്നും മിണ്ടാതെ സിറ്റിയിലിരുന്നു. ലോലിത പറഞ്ഞതിനെ കുറിച്ചായിരുന്നു അവന്റെ ചിന്ത. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. എങ്കിൽ ബാറിൽ വിളിച്ച് പതിവ് സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്ക്. ശരി സർ. ജാക്കി ഇന്റർകോം എടുത്ത് ബാറിലേക്ക് വിളിച്ചു. അപ്പോൾ വാതിലിൽ മൃദുവായി മുട്ടി. യെസ്, ഫെലിക്സി പറഞ്ഞു. വാതിൽ തുറന്ന് ഒരു മാലാഖയെ പോലെ ബെറ്റി കയറി വന്നു. വാട്ട് എ സർപ്രൈസ് മൈ സ്വീറ്റി. ഫെലിക്സി അവളെ ആഹ്ലാദത്തോടെ വരവേറ്റു. വീട്ടിൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അസുഖം കുറവുണ്ടോ? ചാർജ് ചെയ്തു. അനുജത്തിയോ? ഇപ്പൊ വീട്ടിലുണ്ട്. ഗുഡ്. നീ വരാത്തത് കൊണ്ട് യാതൊരു മൂഡും ഇല്ലായിരുന്നു. ഞാൻ വന്നില്ലേ, ഇനി മൂഡുണ്ടാക്കാം. ബെറ്റി ഫെലിക്സിയുടെ സമീപം സോഫയിലിരുന്നു. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, നന്നായി വിശക്കുന്നുണ്ട്. ജാക്കി, ബെറ്റിക്കുള്ള ഭക്ഷണത്തിന് ഓർഡർ ചെയ്യൂ. എന്തായി ഓപ്പറേഷൻ ലോലിത? ബെറ്റി വശ്യമായി ചിരിച്ചു. ഒന്നും ആയില്ല. ഇവനെ പോലെയുള്ള ഉണ്ണാമ്മമാരെ പണി ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. ഫെലിക്സി എന്താ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഷ ഉപയോഗിക്കുന്നത്? അതല്ലേ ലേറ്റസ്റ്റ്, അതുകൊണ്ട് എടുത്ത് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. ആ പെണ്ണിനെ അതിന്റെ പാട്ടിന് വിട്ടൂടെ? ഇല്ല, എന്റെ പണം കൈക്കലാക്കിയിട്ട് അവൾ എന്റെ ശത്രുവിന്റെ പാളയത്തിൽ അഭയം തേടി. അവളെ വെറുതെ വിട്ടാ പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഫെലിക്സി ആണാണെന്ന് എനിക്കറിയാമല്ലോ. നിന്റെ ഒരു തമാശ പൊക്കോണം മുന്നിന്ന്. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു വരുമ്പോ തമാശക്കരുതേ. അപ്പോ ഫെലിക്സിയെ ചതിച്ച ലോലിതയുടെ ഗതി തന്നെ ആയിരിക്കും എന്റേതും, അല്ലേ? സംശയം എന്ത്? പെണ്ണെന്ന വർഗം എന്ന് പറഞ്ഞാലേ ചതിയും വഞ്ചനയും എന്നാണ് അർത്ഥം. എല്ലാവരും അങ്ങനെയാണോ, ഇൻക്ലൂഡിങ് മീ? നീ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി അങ്ങനെ ആയിക്കൊള്ളുന്നുമില്ലല്ലോ. അപ്പോ ഫെലിക്സി എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരുപാട് പെണ്ണുങ്ങൾ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അതിൽ അവസാനത്തേതാണ് നീ എന്ന് കരുതി ഫെലിക്സി മറ്റൊരു പെണ്ണിനെ തേടി പോകുമെന്ന് അതിനർത്ഥമില്ല. ഇതിൽ പലരും എന്റെ പണം കണ്ട് അടുത്തുകൂടിയതാണ്. നീ പോലും. അല്ലെന്ന് പറയാൻ പറ്റുമോ? അത് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ബെറ്റി കുഴങ്ങി. നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പണം വേണമായിരുന്നു. അമ്മയുടെ ചികിത്സ, അനുജത്തിയുടെ പഠനം, പണം ഉണ്ടാക്കി ഇറങ്ങിയ നീ എന്റെ കയ്യിൽ വന്നു വിട്ടു. അതുകൊണ്ട് നിനക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, ശരിയല്ലേ? ബെറ്റി തലയിളക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ലോ ഒന്നും. പറഞ്ഞു വന്നപ്പോ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഓർഡർ ചെയ്ത ആഹാരവും മദ്യവുമായി ബയറർ കടന്നു വന്നു. കണ്ണു തുടയ്ക്ക്, ആരെങ്കിലും കാണും. ബെറ്റി കർച്ചീഫ് എടുത്ത് കണ്ണു തുടച്ചു. നിന്റെ ഇഷ്ട ആഹാരമാണ്, ചിക്കൻ ബിരിയാണി, കഴിച്ചോളൂ. ഫെലിക്സി അവളുടെ പുറത്തു തട്ടി. നീ വിഷമിക്കാൻ പറഞ്ഞതല്ല, മറന്നുകള. അയാൾ മന്ത്രിച്ചു. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ലോലിത അശോകിനോട് തന്റെ മുറിയിൽ ജാക്കി വന്ന കാര്യം പറഞ്ഞു. ഫെലിക്സിയും ഗുണ്ടകളും അപ്പൊ ഈ ഹോട്ടലിൽ ഉണ്ടല്ലേ? ഉണ്ട്. നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ചെറിയൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. ജാക്കി അതിൽ വീഴുമെന്നാ തോന്നുന്നത്. അവൾ കാര്യം പറഞ്ഞു. അവൻ നമ്മുടെ വഴിക്ക് വരികയാണെങ്കിൽ 50,000 ആക്കണ്ട, 1 ലക്ഷം തന്നെ കൂടുതൽ കൊടുത്തു കളയാം. എന്തു പറയുന്നു? അശോകിന്റെ ഇഷ്ടം. ഫെലിക്സി ഇപ്പോ നമ്മുടെ രണ്ടുപേരുടെയും ശത്രുവാണ്, അത് മറക്കണ്ട. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നഗരാതിർത്തിയിലുള്ള ഒരു വീട്ടിലായിരുന്നു അന്നത്തെ ഷൂട്ടിംഗ്. ലോലിതയും സുനിൽ ചന്ദ്രനും പങ്കെടുക്കുന്ന ഒരു സീനായിരുന്നു ആദ്യം എടുത്തത്.
ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് റോഡരികിൽ വന്നു നിന്നു. അതിൽ നിന്നും CI ടൈഗർ വിഷ്ണു പുറത്തിറങ്ങി. എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അശോക് നീക്കിയിട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് വിഷ്ണു പറഞ്ഞു. പിന്നെന്താ സർ? നിങ്ങളുടെ ആക്ടർ സുനിലിനെ ഒന്ന് വിളിക്കാമോ? സുനിലിന്റെ സീൻ കഴിഞ്ഞിരുന്നു. അയാളെ അശോക് വിളിച്ചു. സുനിൽ ഇരിക്കൂ, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്, വിഷ്ണു പറഞ്ഞു. എന്താ സർ? ആ പഴയ പള്ളിയുടെ കെട്ടിടത്തിൽ വെച്ച് ചില സംഭവങ്ങൾ ഉണ്ടായതായി ഞാൻ അറിഞ്ഞു. അതൊന്ന് വിശദമാക്കാമോ? തീർച്ചയായും സർ. ആ തൊപ്പിക്കാരനായ ഭീകരനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ ഇവിടെ ധാരാളം മരണങ്ങൾ ഉണ്ടാകും, സുനിൽ പറഞ്ഞു. നിങ്ങളുടെ സുഹൃത്ത് സേവർ ജോണിന്റെ ആന്റി സലോമിയെ ഇന്നലെ രാത്രി ഒരു തൊപ്പിക്കാരൻ ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി. അന്വേഷിച്ചു പോയ സേവർക്ക് അവരുടെ ഉടവസ്ഥ മാത്രം വഴിയിൽ കിട്ടി. ഐ ഗോഡ്! അശോക് അറിയാതെ ഞെട്ടിപ്പോയി. സാറേ, ആ പള്ളിയുടെ നിലവറയിൽ ധാരാളം ശവങ്ങൾ ഞാൻ കണ്ടു. എല്ലാത്തിന്റെയും നെഞ്ചിൽ ഓപ്പറേഷൻ ചെയ്ത് തുന്നി കെട്ടിയതുപോലെ ഒരു പാടും. ആ ശവങ്ങളുടെ കൂട്ടത്തിൽ യമുനയുടെ അമ്മ ഗോമതി ചേച്ചിയുടെ ശവവും ഉണ്ടായിരുന്നു. എന്ത്? ഞെട്ടലോടെ വിഷ്ണു ചോദിച്ചു. സത്യമാണ് സർ. ആ ഭീകരൻ ഒരു നരഭൂജിയാണ്. തനിക്ക് യമുനയ്ക്ക് നേരിട്ട ദുരന്തങ്ങൾ സുനിൽ വിഷ്ണുവിനെ വിവരിച്ച് കേൾപ്പിച്ചു. യമുനയുടെ അമ്മ മരിച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. തൽക്കാലം അത് അങ്ങനെ ഇരുന്നോട്ടെ സർ, ഒടുവിൽ സുനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അവൻ അകത്താക്കും. വിഷ്ണു എണീറ്റു. ലൊക്കേഷൻ മാറിയതിനു ശേഷം അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ലല്ലോ അശോക്? ഇല്ല സർ, ഷൂട്ടിംഗ് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. സർ, എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്, സുനിൽ പറഞ്ഞു. എന്താണത്? ഉദ്യോഗത്തോടെ വിഷ്ണു അവനെ നോക്കി. ആ തൊപ്പിക്കാരനും ചെന്നായ മനുഷ്യനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് കേട്ട് CI വിഷ്ണു അമ്പരന്നു പോയി. പകൽ സമയത്ത് പോയാൽ അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല സർ. അവനെ കൊടുക്കാൻ ചില പദ്ധതികൾ ആവിഷ്കരിക്കണം. കാരണം ശക്തനായ എതിരാളിയാണ് അവൻ. കണക്കുകൂട്ടലുകൾ പിഴച്ചാൽ അവൻ രക്ഷപ്പെടും. വരട്ടെ. CI ടൈഗർ വിഷ്ണു ജീപ്പിൽ കയറി. പോലീസല്ല, പട്ടാളം വിചാരിച്ചാലും അയാൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല, ആലോചനയോടെ സുനിൽ പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അശോക് അവനെ നോക്കി. അയാൾ ഒരു മനുഷ്യനല്ല സർ, ചെകുത്താനാണ്. ഏ? അശോക് അറിയാതെ ഞെട്ടി. അതെ സർ, നമ്മുടെ ലൊക്കേഷനിൽ ആദ്യമുണ്ടായ സംഭവം മുതൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വരെ ബന്ധിപ്പിച്ചു നോക്കിയാ അങ്ങനെ ഒരു നിഗമനത്തിലെത്താനേ കഴിയൂ. സാറ് നോക്കിക്കോ, പോലീസിന് അവനെ തൊടാൻ കിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചതൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടാവും. സുനിലിന്റെ വാദത്തോട് തർക്കിക്കാൻ അശോകിനാകുമായിരുന്നില്ല. സേവറിനും സഹോദരിക്കും ഡോക്ടർ സോളമിനും ഉണ്ടായ അനുഭവങ്ങളും ദുരന്തങ്ങളും ഇതേ ചങ്ങലയിലെ കണ്ണുകൾ തന്നെയാണ്. ആ കാര്യം അയാൾ സുനിലിനോട് പറയുകയും ചെയ്തു. രാവിലെ സേവ്യർ പറഞ്ഞിട്ടാണ് ജൂലി കത്തീഡ്രൽ പള്ളിയിൽ പോയത്. കുർബാനയിൽ പങ്കുകൊണ്ട് കഴിഞ്ഞപ്പോൾ ശരീരത്തിനും മനസ്സിനും പുതിയൊരു ഉണർവ് കിട്ടിയതുപോലെ അവൾക്ക് തോന്നി. പള്ളി കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും കുറെ സമയം അവൾ പള്ളിക്കകത്ത് ചിലവഴിച്ചു. ഫാദർ ആൻഡ്രൂസുമായി അവൾ സംസാരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വിധി മാറ്റാൻ മനുഷ്യർക്ക് കഴിയില്ല മോളെ. എല്ലാം മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങണം. മരിച്ചുപോയവരെ ഓർത്ത് ജീവിച്ചിരിക്കുന്നവരുടെ ആയുസ് പാഴാക്കരുത്. ഇല്ല ഫാദർ, എനിക്കൊരു വിഷമവുമില്ല. ഞാനൊന്ന് സെമിത്തേരിയിൽ പോയി സോളമന്റെ കല്ലറയിൽ മെഴുകുതിരികൾ കത്തിച്ചോട്ടെ. പിന്നെന്താ, ചെന്നോളൂ. ജൂലി പള്ളിയിൽ നിന്നിറങ്ങി തൊട്ടപ്പുറത്തുള്ള സെമിത്തേരിയിലേക്ക് ചെന്നു. ഗേറ്റ് തുറന്ന് അവൾ കല്ലറകൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു. ഒടുവിൽ സോളമന്റെ കല്ലറ അവൾ കണ്ടെത്തി. അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു പുതിയ കല്ലറ കൂടി അവൾ കണ്ടു. അതിലെഴുതിയ പേര് വായിച്ച ജൂലി അത്ഭുതപ്പെട്ടു. സ്റ്റെല്ല ഡേവിഡ്. പെട്ടെന്ന് സെമിത്തേരിയുടെ കൂറ്റൻ ഗേറ്റ് തനിയെ അടഞ്ഞു. ജൂലി കയ്യിൽ കരുതിയ മെഴുകുതിരികൾ കത്തിച്ച് സോളമന്റെ കല്ലറയ്ക്ക് മുകളിൽ കുത്തി നിർത്തി. എന്നിട്ട് കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ഗതകാല സ്മരണകൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അറിയാതെ ജൂലിയുടെ കണ്ണുകൾ നനഞ്ഞു. സാരിത്തലപ്പ് കൊണ്ട് മുഖം തുടച്ച് ജൂലി കല്ലറകൾക്കിടയിലൂടെ ഗേറ്റിലേക്ക് നടന്നു. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. താൻ അകത്ത് കയറിയപ്പോ തുറന്നു കിടന്ന ഗേറ്റ് ആരാണ് പൂട്ടിയത്? ഏയ്! അവൾ ഇരുമ്പഴികൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒച്ചയിട്ടു. പക്ഷെ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അപ്പോൾ സോളമന്റെ ശവക്കല്ലറയ്ക്ക് സമീപം രണ്ടുപേർ നിൽക്കുന്നത് ജൂലി അത്ഭുതത്തോടെ നോക്കി. ഒരു സ്ത്രീയും പുരുഷനും. അവൾക്ക് പിന്തിരിഞ്ഞു നിന്നതുകൊണ്ട് ആളെ മനസ്സിലായില്ല. അവരെപ്പോ അകത്ത് കയറി? താൻ വരുമ്പോ ഇവിടെ ആരുമില്ലായിരുന്നല്ലോ. ജൂലി അവർക്കരികിലേക്ക് ചെന്നു. നിങ്ങൾ ആരാണ്? അവൾ ചോദിച്ചു. സ്ത്രീയും പുരുഷനും പരസ്പരം പുണർന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവളുടെ ശബ്ദം കേട്ടതും ഇരുവരും അകന്നു മാറി. സ്ത്രീയുടെ തല മാത്രം ഉടലിൽ നിന്ന്
ജൂലിക്ക് നേരെ തിരിഞ്ഞു വന്നു. ആ കാഴ്ച കണ്ട് ജൂലി പേടിച്ചു പോയി. അവളുടെ മുഖം കണ്ട് ജൂലി ഇടിവെട്ടിയതുപോലെ തരിച്ചു നിന്നു. സ്റ്റെല്ല, നേഴ്സ് സ്റ്റെല്ല. ഡോക്ടർ എന്താ ഇവിടെ? സ്റ്റെല്ല ചെന്നായ മുരളുന്നത് പോലെ ചോദിച്ചു. അവൾ വാ തുറന്നപ്പോൾ ചീഞ്ഞ ശവത്തിന്റെ ഗന്ധം വായിൽ ഉയർന്നു. ജൂലി വിളിച്ചുകൊണ്ട് ആ പുരുഷൻ അവളെ നോക്കി. അത് ഡോക്ടർ സോളമൻ ആയിരുന്നു. അയ്യോ! ജൂലി നിലവിളിച്ചുകൊണ്ട് ഗേറ്റിന് നേരെ പാഞ്ഞു. അവൾക്ക് പിന്നിൽ അയാളുടെ പൊട്ടിച്ചിരി ഉയർന്നു കേൾക്കാമായിരുന്നു. അവൾ ഗേറ്റിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി. അപ്പോൾ അതുവഴി വന്ന കപ്പിയര് വർഗീസ് ജൂലിയെ കണ്ട് അവൾക്ക് അരികിലേക്ക് വന്നു. ചേട്ടാ, ഗേറ്റ് ആരോ പൂട്ടി, തുറക്ക്! അവൾ വിളിച്ചു കൂവി. വർഗീസ് അത്ഭുതത്തോടെ നോക്കി. ശരിയാണ്, ഗേറ്റ് ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. സാധാരണ വൈകുന്നേരം താനാണ് ഇത് അടച്ച് ലോക്ക് ചെയ്യാറുള്ളത്. വർഗീസ് പോക്കറ്റിൽ നിന്ന് ചാവി എടുത്ത് ഗേറ്റ് തുറന്നു. ചേട്ടാ, അവിടെ രണ്ടുപേർ. ജൂലി സെമിത്തേരിയിലേക്ക് കൈ ചൂണ്ടി. കിതപ്പ് കാരണം അവൾക്ക് വ്യക്തമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. എവിടെ? ചോദിച്ചുകൊണ്ട് വർഗീസ് സെമിത്തേരിയിലേക്ക് കയറിപ്പോയി. അയാൾ ചുറ്റുപാട് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. വർഗീസ് തിരിച്ചു വന്നു. എന്താ കുഞ്ഞെ, അവിടെ ഒന്നും ആരുമില്ല? ആരുമില്ലേ? ജൂലി വീണ്ടും അകത്ത് കയറി നോക്കി. ദൂരെ സോളമന്റെ കല്ലറ കാണാം. അവിടെ ആരെയും കണ്ടില്ല. അപ്പോ താൻ കണ്ടതോ? സോളമൻ തന്നെ പേരെടുത്ത് വിളിച്ചതോ? അവൾ പുറത്തേക്ക് വന്നു. കുഞ്ഞെന്താ കണ്ടത്? ഒന്നുമില്ല ചേട്ടാ, അവിടെ ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയതാ. അവൾ പള്ളിമുറ്റത്തേക്ക് ചെന്നു. വാഗമരത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ട കാറിൽ കയറി. വീട്ടിലേക്ക് കാർ ഓടിക്കുമ്പോഴും അവൾ ചിന്തിച്ചത് സെമിത്തേരിയിൽ കണ്ട കാഴ്ചയെ കുറിച്ചാണ്. സേവർ പറഞ്ഞതുപോലെ താൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരുമോ? ജൂലി വീട്ടിലെത്തുമ്പോൾ സേവ്യർ പുറത്തേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങുകയായിരുന്നു. ചേട്ടൻ എങ്ങോട്ടാ? അശോക് വിളിച്ചിരുന്നു. അവന്റെ പടത്തിന്റെ ഷൂട്ടിങ് ഇന്ന് വീണ്ടും തുടങ്ങി. ആന്റിയെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ ചേട്ടാ. സിഐ ടൈഗർ വിഷ്ണു അന്വേഷിക്കുന്നുണ്ട്. പോലീസ് സംഘം ഇന്ന് ആ ഭീകരന്റെ താവളം റെയ്ഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആന്റിയെ നമുക്ക് ജീവനോട് കിട്ടുമോ ചേട്ടാ? എനിക്കൊന്നും അറിയില്ല മോളെ, ഞാൻ ഇറങ്ങുന്നു. സേവ്യർ പോർച്ചിൽ കിടന്ന കാറിൽ കയറി പോകുന്നത് ജൂലി നോക്കി നിന്നു. കുഞ്ഞെ, ഭക്ഷണം എടുക്കട്ടെ? ദാക്ഷാണിയമ്മ ചോദിച്ചു. എനിക്ക് വിശപ്പില്ല ദാക്ഷാണിയമ്മേ, ഞാനൊന്ന് കിടക്കട്ടെ. ജൂലി തന്റെ മുറിയിൽ ചെന്ന് ഉടുത്തിരുന്ന സാരി മാറ്റി ഒരു ഗൗൺ അണിഞ്ഞുകൊണ്ട് കിടക്കയിൽ കയറി കിടന്നു. അവൾ പതിയെ കണ്ണുകൾ അടച്ചു. സോളമന്റെ മുഖം മനസ്സിലേക്ക് കയറി വന്നു. സെമിത്തേരിയിൽ വെച്ച് കണ്ട മുഖത്തിന് ഒരു ചെന്നായുടെ രൂപമായിരുന്നു. അന്ന് ആശുപത്രിയിൽ ഉണ്ടായ സംഭവം അവൾ ഓർത്തു. ഓ, ടെറിബിൾ. മുറിയിൽ ഒരു കാൽപെരുമാറ്റം കേട്ടതുപോലെ തോന്നിയതും ജൂലി കണ്ണു തുറന്നു നോക്കി. ആരുമില്ല. അവൾ മേശപ്പുറത്തിരുന്ന കഴുകന്റെ പ്രതിമയിലേക്ക് നോക്കി. ഭൂഗോളത്തിന്റെ പുറത്ത് പറന്നിറങ്ങുന്ന കഴുകൻ. പെട്ടെന്ന് കഴുകന്റെ കണ്ണുകൾ തീ പോലെ ചുവന്നു. അതിന്റെ കൃഷ്ണമണികൾ ചലിച്ചു. തല പതുക്കെ തിരിയുന്നു. അയ്യോ! അവൾ നിലവിളിച്ചു പോയി. വീണ്ടും നോക്കി. ഇല്ല, ഒക്കെ പഴയപടി തന്നെ. ഛേ, തനിക്ക് എന്താ പറ്റിയത്? ഒക്കെ തന്റെ തോന്നലുകളാണോ? മുറിക്കുള്ളിലെ വലിയ കണ്ണാടിയിലേക്ക് അറിയാതെ നോക്കിയ ജൂലി നടുങ്ങി. കണ്ണാടിയിൽ കൂടി ചോര ഒലിച്ചിറങ്ങുന്നു. പെട്ടെന്ന് ഗ്ലാസ് വെടിയേറ്റതുപോലെ പൊടിഞ്ഞ് കീറി താഴെ വീണു. അതിലൂടെ രോമം നിറഞ്ഞൊരു കൈ പെട്ടെന്ന് പുറത്തേക്ക് ചാടി. അയ്യോ! അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുഞ്ഞേ! ദാക്ഷായണിയമ്മ വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നു നോക്കിയത്. കണ്ണാടിയും കഴുകന്റെ പ്രതിമയും പഴയപടി തന്നെ ഇരിക്കുന്നു. ഗ്ലാസ് പൊട്ടിയിട്ടുമില്ല, ചോരയും ഒലിച്ചിറങ്ങുന്നില്ല. കുഞ്ഞ് എന്തിനാ നിലവിളിച്ചത്? മയങ്ങിയപ്പോ ഒരു സ്വപ്നം കണ്ടതാ. ദാക്ഷായണിയമ്മ പൊയ്ക്കോളൂ. ശരി. അവർ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ജൂലി എണീറ്റ് മേശപ്പുറത്തു നിന്നും മാസി എടുത്ത് കിടന്നുകൊണ്ട് വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മേശ ഒന്നിളകി. അതിന്റെ പുറത്തിരുന്ന ടേബിൾ ലാമ്പും ടൈം പീസും മറിഞ്ഞു വീണു. ജനാല കർട്ടനുകൾ കാറ്റിൽ ശക്തിയായി ചലിച്ചു. പിന്നെ അത് പറഞ്ഞു നിലത്തേക്ക് വീണു. കട്ടിലിൽ ആരോ പിടിച്ചു കുലുക്കിയതുപോലെ ഒന്നിളകി. പെട്ടെന്ന് അവളുടെ ഗൗണിന്റെ കുടുക്കുകൾ ആരോ അഴിക്കുന്നത് പോലെ തനിയെ തുറന്നു. ജൂലി ഞെട്ടി എണീറ്റു. ഗൗണിന്റെ തുമ്പുകൾ കൂട്ടിപ്പിടിച്ചു. പക്ഷെ ആരോ അവളെ ശക്തിയായി കിടക്കയിലേക്ക് മറിച്ചിട്ടു. പുറത്ത് കാറ്റടിക്കാൻ തുടങ്ങി. ജനാല ചില്ലുകൾ വിണ്ടുകീറി. അവളുടെ ഗൗൺ തനിയെ അഴിഞ്ഞു മാറി. തന്റെ ദേഹത്ത് ഭാരമുള്ള ഒരു വസ്തു അമരുന്നത് പോലെ അവൾക്ക് തോന്നി. ജോലിക്ക് ശ്വാസം മുട്ടി. അവൾ കുതറി മാറാൻ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. ജൂലി,
ഇത് ഞാനാണ്, നിന്റെ സോളമൻ. കാറ്റ് മന്ത്രിക്കുന്നത് പോലെ ഒരു ശബ്ദം അവളുടെ കാതിൽ വന്നു വീണു. ജൂലിയുടെ ബോധം മറിഞ്ഞു. ജൂലിക്ക് കുടിക്കാനുള്ള വെള്ളവുമായി മുറിയിലേക്ക് വന്ന ദാക്ഷായണി അമ്മ അമ്പരന്ന് പോയി. നഗ്നയായി കട്ടിലിൽ മലർന്നു കിടക്കുന്ന ജൂലി. ഷോ, ഈ കുഞ്ഞിനിത് എന്തു പറ്റി? ദാക്ഷായണി അമ്മ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ദേഹത്തിട്ടു. അപ്പോഴാണ് അവരാ കാഴ്ച കണ്ടത്. ജൂലിയുടെ മുഖത്തും മാറത്തും വയറ്റിലുമൊക്കെ നഖം കൊണ്ട് കീറിയതുപോലുള്ള പാടുകൾ. കുഞ്ഞേ, കുഞ്ഞേ! ദാക്ഷായണിയമ്മ വെള്ളമെടുത്ത് ജൂലിയുടെ മുഖത്ത് തളിച്ചു. അവൾ ഞെരുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. കുഞ്ഞിന് എന്താ പറ്റിയത്? അപ്പോഴാണ് ജൂലി തന്നെ ശ്രദ്ധിച്ചത്. അവൾ ബെഡ്ഷീറ്റ് പൊതിച്ചുകൊണ്ട് എണീറ്റിരുന്നു. ഈ മുറിയിൽ ആരെങ്കിലും വന്നായിരുന്നോ? ദാക്ഷായണിയമ്മ എന്തോ പെറുപിറുത്തുകൊണ്ട് പുറത്തിറങ്ങി വാതിൽ ചാരി. ജൂലി ബെഡ്ഷീറ്റ് മാറ്റി നോക്കി. അരക്കെട്ടില് തീ കൊണ്ട് കുത്തിയതുപോലെ വേദന. അദൃശ്യനായി വന്നത് സോളമനായിരുന്നു. അവൻ തന്റെ മാനം കവർന്നെടുത്ത ശേഷമാണ് പോയത്. ദൈവമേ, ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും? ജൂലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് വീണു. പെട്ടെന്ന് അവളുടെ വയറിൽ നഖം കൊണ്ട് പൊറിയതുപോലുള്ള പാടിൽ നിന്നും ചോര ചീറ്റി. ജൂലി കൈകൊണ്ട് അവിടെ അമർത്തിപ്പിടിച്ചു. അപ്പോൾ ആ മുറിവിൽ നിന്നും ഒരു പുഴു പുറത്തേക്ക് ചാടി. അത് കണ്ട് ജൂലി നിലവിളിച്ചു. പെട്ടെന്ന് അത് അനേകമെണ്ണമായി പെരുകി. ബെഡ്ഷീറ്റ് വാരി ചുറ്റിക്കൊണ്ട് ജൂലി മുറിയിൽ നിന്നിറങ്ങി ഓടി. രാത്രി. സർക്കിൾ ഇൻസ്പെക്ടർ ടൈഗർ വിഷ്ണുവും സായുധരായ 2 വണ്ടി പോലീസും കാട്ടിനുള്ളിലെ പഴയ പള്ളിയുടെ മുമ്പിലെത്തി. ജീപ്പിൽ നിന്നിറങ്ങിയ ടൈഗർ വിഷ്ണു ഒരു പഴയ ട്രക്ക് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഇല്ല, എല്ലായിടവും വിജനമായിരുന്നു. വിഷ്ണു പോലീസ് സേനയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി. തൊപ്പിക്കാരനെ കണ്ടാൽ കാൽമുട്ടിന് വെടിവെക്കാനും അനുവാദം കൊടുത്തു. പോലീസ് സംഘം പള്ളിയുടെ 4 ഭാഗത്തും നിലയുറപ്പിച്ചു. വിഷ്ണുവും കുറച്ച് പോലീസുകാരും സുനിൽ പറഞ്ഞ വഴിയിലൂടെ നിലവറയിലേക്ക് ചാടിയിറങ്ങി. ചീഞ്ഞ ശവത്തിന്റെ ഗന്ധം മലയടിച്ചതും എല്ലാവരും കർച്ചീഫ് എടുത്ത് മൂക്കുപൊത്തി. സർ, ഇവിടെ നിറച്ച് ശവങ്ങളാണ്. മുന്നോട്ട് പോയ ഒരു പോലീസുകാരൻ ഓടി വന്ന് പറഞ്ഞു. മുറിയുടെ മൂലയ്ക്ക് അട്ടിയിട്ടിരിക്കുന്ന ശവശരീരങ്ങൾ കണ്ട് ധീരനായ ടൈഗർ വിഷ്ണു പോലും നടുങ്ങിപ്പോയി. കയ്യിലിരുന്ന ടോർച്ചടിച്ച് അവർ ശവശരീരങ്ങൾ പരിശോധിച്ചു. കൂടുതലും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശവങ്ങളായിരുന്നു. എല്ലാത്തിന്റെയും നെഞ്ചിൽ തുന്നിക്കെട്ടിയ പോലെ നീളത്തിൽ ഒരു പാടുണ്ടായിരുന്നു. സുനിൽ പറഞ്ഞത് വിഷ്ണു ഓർമ്മിച്ചു. അതെന്താണെന്ന് നോക്കണം. വിഷ്ണു പോക്കറ്റിൽ നിന്നും സർജറി ബ്ലേഡ് എടുത്ത് ഒരു ശവത്തിന്റെ നെഞ്ചിലെ തുന്നിക്കെട്ട് മുറിച്ചു കളഞ്ഞ് നെഞ്ചിൻ കൂട് തുറന്നു. വിഷ്ണുവും പോലീസുകാരും ഞെട്ടിപ്പോയി. ആ ശവത്തിന് ഹൃദയമില്ലായിരുന്നു. സാറേ, ഈ കിടക്കുന്ന ശവങ്ങൾക്കൊന്നും ഹൃദയമില്ലെന്ന് ഉറപ്പായില്ലേ? വിറച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ പറഞ്ഞു. അവൻ ഹൃദയം പറിച്ചെടുത്ത് വിദേശത്തേക്ക് കടത്തുന്ന കള്ളക്കടത്ത് സംഘത്തിന്റെ തലവനായിരിക്കും സാറേ, മറ്റൊരു പോലീസുകാരൻ പറഞ്ഞു. അവർ നിലവറയ്ക്കുള്ളിലൂടെ കറങ്ങി നടന്നു. മുറിയുടെ മറ്റൊരു മൂലയ്ക്ക് നിറയെ ചാക്കുകെട്ടുകൾ ഇരിക്കുന്നത് കണ്ടു. അതിലൊന്ന് തുറന്നു നോക്കിയ പോലീസുകാർ ഞെട്ടി പിന്നോട്ട് മാറി. അതിലും നിറച്ച് ശവങ്ങളായിരുന്നു. അവർ ചാക്കുകൾ മുഴുവൻ തുറന്നു നോക്കി. പലതും കാലപ്പഴക്കം കൊണ്ട് ചീഞ്ഞു നാറാൻ തുടങ്ങിയിരുന്നു. ഇത് സേവിയറിന്റെ ആന്റിയാണല്ലോ. കുറച്ചപ്പുറം മാറിയിരുന്ന ഒരു ചാക്ക് തുറന്നു നോക്കിയ വിഷ്ണു പറഞ്ഞു. സേവിയർ ആന്റിയുടെ ഫോട്ടോ തന്റെ കയ്യിൽ തന്നിരുന്നു. അതിലുള്ള അതേ മുഖം. അവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഇനിയും അമ്മ പെങ്ങന്മാരെ നഷ്ടപ്പെടും, വിഷ്ണു എല്ലാവരോടുമായി പറഞ്ഞു. ശവശരീരങ്ങൾ എത്രയും വേഗം അവരുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് ഏൽപ്പിക്കണം. അവർ നിലവറയിൽ നിന്നും പള്ളിക്കുള്ളിലേക്കുള്ള വാതിൽ തുറന്നു. അപ്പോൾ പള്ളിക്കകത്ത് ഒരു നിഴൽ ചലിച്ചു. ടൈഗർ വിഷ്ണു റിവോൾവർ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. വലിയ വാതിലിന് പിന്തിരിഞ്ഞ് 6 അടിയിലധികം ഉയരമുള്ള ഒരാൾ നിൽക്കുന്നു. അയാളുടെ തലയിൽ തൊപ്പിയുണ്ട്. കോട്ടും പാൻസുമാണ് വേഷം. വെൽക്കം ഇൻസ്പെക്ടർ. ചെന്നായുടെ പോലെ ഒരു ശബ്ദം അവനിൽ നിന്ന് പുറത്തു വന്നു. ജോൺ മൂവ്, ഐ വിൽ ഷൂട്ട് യു. ടൈഗർ വിഷ്ണുവിന്റെ തോക്ക് അവന്റെ പള്ളയ്ക്കമർന്നു. അന്നത്തെ ഷൂട്ടിംഗ് യാതൊരു തടസ്സവുമില്ലാതെ പൂർത്തിയായി. യൂണിറ്റ് അംഗങ്ങളെല്ലാം രാത്രി ഹോട്ടൽ മുറികളിൽ എത്തിച്ചേർന്നു. അശോകിന്റെ മുറിയിൽ സേവ്യറും ഉണ്ടായിരുന്നു. അയാൾ ജൂലിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് അശോകിനോട് സംസാരിച്ചു. സോളമന്റെ മരണം ജൂലിയെ വല്ലാതെ ബാധിച്ചെന്ന് വേണം കരുതാൻ. അശോക് ഒരു സിഗരറ്റ് കത്തിച്ചു. ശരിയാണ്, ആ സന്ദർഭത്തിൽ സോളമന് ഉണ്ടായ മാറ്റം പോലും അവളെ തളർത്തി കളഞ്ഞു കാണും. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കുക, പിന്നെ അവളുടെ വിവാഹവും നടത്തണം. ക്രമേണ അവൾ സ്വയം മടങ്ങി വരും. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇവിടെ തന്നെ പേര് കേട്ട ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടല്ലോ, ഡോക്ടർ ഗൗതം വിനായക്. ഞാനും കേട്ടിട്ടുണ്ട്, ആള് ഫേമസാ.
അശോക്, ഞാൻ ഇറങ്ങട്ടെ. ജോലി തനിച്ചേ ഉള്ളൂ. പുതിയ വേലക്കാരി 5 മണിയാവുമ്പോ വീട്ടിൽ പോകും. ഓക്കെ സേവ്യർ, വീണ്ടും കാണാം. നിന്റെ കിളി എവിടെ? ആര്? ലോലിതയോ? ഉം അവളെ ഞാൻ ഈ പടത്തിലെ നായികയാക്കിയില്ലേ. ഇന്ന് അവളുടെ സീനുകളാണ് എടുത്തത്. സിതാരയ്ക്ക് പകരം അല്ലേ? അതെ. ഫെലിക്സിയുടെ ആക്രമണം ഒന്നും ഉണ്ടായില്ലല്ലോ. ഒരു രസമുണ്ടായി. അയാളുടെ ഗുണ്ട ജാക്കി ലോലിതയെ തേടി മുറിയിൽ വന്നു. അശോക് സംഭവം വിവരിച്ചു. കൊള്ളാം. ജാക്കിയെ നമുക്ക് ഫെലിക്സിയുടെ നേരെ തിരിച്ചു വിടണം. ബസ് മാസ്റ്ററിന് വരം കൊടുത്തതുപോലെ ആകണം അവന്റെ അവസ്ഥ. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. സേവ്യർ ഹോട്ടലിൽ നിന്നും പുറത്തു വന്ന് പാർക്കിംഗ് പ്ലേസിൽ നിർത്തിയിട്ട സ്കോഡയിൽ കയറി. അപ്പോൾ ഹോട്ടലിന്റെ റൂഫ് ഗാർഡനിൽ നിന്ന് ഫെലിക്സി അത് കാണുന്നുണ്ടായിരുന്നു. അശോകിന്റെ വലം കൈയാണ് ആ പോകുന്നവൻ. സേവ്യർ ജോൺ വലിയ മുതലാളിയാ. ഫെലിക്സി തന്റെ ചുറ്റുമുള്ള ഗുണ്ടകളോട് പറഞ്ഞു. അവനെ ശരിയാക്കണോ സാർ? ഒരു കണ്ണ് അവന്റെ മേലുള്ളത് നല്ലതാ. ജാക്കിയോടെ? അവൻ പുറത്തേക്ക് പോയതാണ്. ഫെലിക്സി കയ്യിലിരുന്ന മദ്യ ഗ്ലാസ് സിപ്പ് ചെയ്തു. സേവ്യറിന്റെ കാർ വിജനമായ കായലോര റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്നു. കാർ ഒരു വളവ് തിരിഞ്ഞതും ഒരു യുവതി കാറിന് കൈ കാണിച്ചു. ഒന്ന് സംശയിച്ച ശേഷം സേവ്യർ കാർ നിർത്തി. എന്താ? പുറത്തേക്ക് തലനീട്ടിക്കൊണ്ട് സേവ്യർ തിരക്കി. സാറ്, എനിക്കൊരു ലിഫ്റ്റ് തരാമോ പ്ലീസ്? അവൾ മധുരമായി മൊഴിഞ്ഞു. മറ്റേ കേസാണെന്ന് തോന്നുന്നു, നോക്കാം. സേവ്യർ പിൻഡോർ തുറന്നു കൊടുത്തു. അവൾ അകത്ത് കയറി. താങ്ക് യു സർ. സേവ്യർ കാർ മുന്നോട്ടെടുത്തു. സൈഡ് ഗ്ലാസ്സിലൂടെ അയാൾ അവളെ ശ്രദ്ധിച്ചു. ഇവളെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സേവ്യർ ആലോചിച്ചു നോക്കി. പെട്ടെന്ന് ആളെ മനസ്സിലായി. സിതാര, അശോകിന്റെ സിനിമയിലെ നായിക. മൈ ഗോഡ്. സേവ്യർ ബ്രേക്ക് ചവിട്ടി. എന്താ സർ കാർ നിർത്തിയത്? നീ നീ സിതാരയല്ലേ, സിനിമാ നടി? പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് സേവ്യർ അമ്പരന്നു. അതെ, ഞാൻ തന്നെ, സിതാര. അവൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. നീ ഇത്രനാൾ എവിടെയായിരുന്നു? എന്റെ യജമാനോടൊപ്പം. ആരാണ് നിന്റെ യജമാനൻ? അത് താമസിയാതെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. എന്റെ യജമാനന് മരണമില്ല, ചിരഞ്ജീവിയാണ്. പെട്ടെന്ന് സേവറിന് തൊപ്പിക്കാരന്റെ കാര്യം ഓർമ്മ വന്നു. ആ തൊപ്പി വെച്ച് ട്രക്കിൽ സഞ്ചരിക്കുന്നവനാണോ നിന്റെ യജമാനൻ? അതെ. അദ്ദേഹം ആജ്ഞാപിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. നിങ്ങളോ? അതെ. എന്നെപ്പോലെ അസംഖ്യ അജ്ഞാനവർത്തികൾ യജമാനുണ്ട്. അവളുടെ രൂപം മാറാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. ദേഹം മുഴുവൻ രോമങ്ങൾ വന്നു നിറഞ്ഞു. മുഖത്തിന്റെ രൂപം മാറി മാറി അതൊരു ചെന്നായുടേതുപോലെയായി. അവൾ വാ തുറന്നപ്പോൾ കൂർത്ത കോമ്പലുകൾ സേവ്യർ കണ്ടു. ഒന്ന് പതറിയെങ്കിലും അധൈര്യനാകാതെ സേവ്യർ പോക്കറ്റിൽ നിന്നും തോക്കെടുത്തു. പിന്നെ അവളുടെ മാറിടം നോക്കി തുടരെ തുടരെ കാഞ്ചി വലിച്ചു. വന്യമായ രീതിയിൽ അവളൊന്ന് അലറി. പിന്നെ കാറിനകത്തേക്ക് മറിഞ്ഞു വീണ് നിശ്ചലമായി. ടോപ്പ് ലൈറ്റ് ഇട്ട ശേഷം സേവ്യർ അവളെ നോക്കി. വെടിയേറ്റ മുറിവിൽ നിന്നും പച്ച നിറത്തിലുള്ള ചോര കാറിൽ വീണ് പടർന്നു. അയാൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവളുടെ രൂപം മാറി മാറി വന്നു. ഒടുവിൽ സിതാരയുടെ യഥാർത്ഥ രൂപമായി മാറി. സേവ്യർ അവളുടെ മൂക്കി കൈവച്ച് നോക്കി. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ മൊബൈൽ എടുത്ത് അശോകിനെ വിളിച്ചു. അശോകിന്റെ നിർദ്ദേശപ്രകാരം CI ടൈഗർ വിഷ്ണുവിനെ വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. രാത്രി ആരോ വാതിലിൽ തട്ടി. അശോക് എണീറ്റ് വാച്ചിൽ നോക്കി. 1 മണി കഴിഞ്ഞിരിക്കുന്നു. ലോലിത നല്ല ഉറക്കമാണ്. ആരായിരിക്കും പുറത്ത്? അശോക് 2 നിമിഷം ആലോചിച്ച ശേഷം മുറിക്കുള്ളിലെ ലൈറ്റ് ഇട്ടു. പിന്നെ വാതിൽ തുറന്നു. അത് ജാക്കിയായിരുന്നു. സാർ, എനിക്കൊരു വിവരം പറയാനുണ്ട്. ഈ പാതിരാത്രിയിലോ? ഇപ്പോഴാണ് ഫെലിക്സിയുടെ അടുത്തു നിന്നും ചാടാൻ പറ്റിയത്. കയറി വരൂ. ജാക്കി അകത്ത് കയറിയതും അശോക് വാതിലടച്ചു. അയാൾ ലോലിതയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ കണ്ണും തിരുമ്മി എണീറ്റ് വന്നു. എന്താ ജാക്കി, ഞങ്ങൾ പറഞ്ഞ ഡീലിന് സമ്മതമാണോ? ലോലിത തിരക്കി. അതെ, ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഫെലിക്സിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ലോലിതയെ കൊല്ലാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രതിഫലം 2 ലക്ഷം രൂപ. എന്റെ ജീവന് അത്രയും വിലയുള്ളൂ ജാക്കി. ലോലിത ചിരിച്ചു. എങ്ങനെ കൊല്ലാനാണ് പറഞ്ഞത്? കാറിൽ ബോംബ് വെച്ചിട്ടോ, അതുമല്ലെങ്കിൽ കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആക്കിയിട്ടോ? തല ചൊറിഞ്ഞുകൊണ്ട് ജാക്കി പറഞ്ഞു. എന്നിട്ട് നീ എങ്ങനെയാണ് കൊല്ലാൻ തീരുമാനിച്ചത്? കാറിന്റെ ബ്രേക്ക് കളഞ്ഞിട്ട്. ഗുഡ്. ഫെലിക്സിയെ ഇതേ തന്ത്രം കൊണ്ട് നീ കൊല്ലണം. ഞങ്ങൾ നിനക്ക് 3 ലക്ഷം രൂപ തരും. എന്തു പറയുന്നു? എനിക്ക് സമ്മതമാണ് മാഡം. എങ്കിൽ ഷൂട്ടിംഗ് കഴിയും മുമ്പ് കൃത്യം നടന്നിരിക്കണം. തീർച്ചയായും. എനിക്ക് വെറും 24 മണിക്കൂർ മതി. എങ്കിൽ നാളെ രാവിലെ വന്ന് അഡ്വാൻസ് തുക കൈപ്പറ്റിക്കോളൂ.
ബാക്കി എല്ലാം നടന്നു കഴിഞ്ഞിട്ട്. ചതിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ ശവക്കുഴി തോണ്ടാൻ ആളെ ഏർപ്പാട് ചെയ്യേണ്ടി വരും. ഇല്ല മാഡം, ജാക്കിക്ക് ഒറ്റ വാക്കിയുള്ളൂ. ഇത്രകാലം കൂടെ കൊണ്ടുവന്ന മുതലാളിയെ ചതിക്കാൻ നിനക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഞാൻ മുതലാളിയുടെ വിശ്വസ്തനായിരുന്നു. മുതലാളിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരുന്നു. പക്ഷേ മുതലാളി എന്നെ ചതിച്ചു. അത് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഫെലിക്സി ചതിച്ചെന്നോ? ലോലിതയ്ക്കും അശോകിനും ഒന്നും മനസ്സിലായില്ല. അതെ, എന്നെ ദൂരെ ദിക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ രാത്രി മുതലാളി എന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. ശവം കുളത്തിൽ വലിച്ചെറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞു വന്ന ഞാൻ എന്റെ ഭാര്യയുടെ വിറങ്ങലിച്ച ശവമാണ് മോർച്ചറിയിൽ പോയി കണ്ടത്. വെള്ളത്തിൽ വീണ് അപസ്മാരം ഇളകിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞാനത് വിശ്വസിച്ചു. ഒരിക്കൽ അവൾക്ക് അപസ്മാരത്തിന്റെ അസുഖം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് സത്യം മനസ്സിലായത്? ഈ അടുത്ത നാളിൽ. വീടിനടുത്ത് തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മുതലാളി രാത്രി വരുന്നത് കണ്ടിരുന്നു. തെങ്ങിലിരുന്നത് ഒരു കള്ളനായിരുന്നല്ലേ? അവനെ പോലീസ് പിടിച്ചപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്. അവന് മുതലാളിയെ പരിചയമില്ല. പക്ഷെ കാറിന്റെ നമ്പർ അറിയാമായിരുന്നു. ആ പോലീസുകാരനാണ് എന്നോട് എല്ലാം പറഞ്ഞത്. അന്ന് മുതൽ അവനൊരു പണി കൊടുക്കാൻ ഞാൻ നോക്കി നടക്കുകയായിരുന്നു സാറേ. അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഫെലിക്സിയുടെ മരണം അപകടമായിരിക്കണം. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാവൂ. ജാക്കി തലകുലുക്കി. എങ്കിൽ നാളെ കാണാം. ഇങ്ങോട്ട് വരുമ്പോ ആരും കാണാതെ സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റു. ജാക്കി വാതിൽ തുറന്ന് പുറത്തെ ഇരുട്ടിൽ മറിഞ്ഞു. ശത്രുവിന് ശത്രു മിത്രം എന്ന് കേട്ടിട്ടില്ലേ? വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് അശോക് പറഞ്ഞു. അപ്പോ വീണ്ടും സേവ്യറിന്റെ കോൾ വന്നു. എന്താ സേവ്യർ? അശോക്, സിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ ശവമായി ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കും. ശവമാണെന്ന് തൽക്കാലം ആരും അറിയണ്ട. പരിക്കേറ്റതാണെന്ന് പറഞ്ഞാൽ മതി. നേരം വെളുക്കുന്നത് വരെയുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ശരിയാക്കാം. ഓക്കെ അശോക്, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കോൾ കട്ടായി. ആരാണ് വിളിച്ചത്? സേവ്യർ ആണോ? അതെ. ആ സിതാര അവന്റെ കാറിൽ കയറി. അശോക് ഉണ്ടായ സംഭവം പറഞ്ഞു. മൈ ഗോഡ്, ഏതായാലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ലോലിത അത്ഭുതപ്പെട്ടു. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് മരണമില്ല, തുപ്പിക്കാരൻ ടൈഗർ വിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും സായുധരായ പോലീസുകാർ അയാൾക്ക് ചുറ്റും നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പോലീസുകാരുടെ കയ്യിലുള്ള ടോർച്ചിന്റെ പ്രകാശത്തിൽ വിഷ്ണുവിന്റെ അവന്റെ മുഖം ശരിക്കും കാണാൻ സാധിച്ചിരുന്നില്ല. തൊപ്പി മുഖം പാതി മറിഞ്ഞാണ് നിന്നിരുന്നത്. അയാൾ മുന്നോട്ട് ചലിക്കാൻ തുടങ്ങിയതും വിഷ്ണു അലറി. ഒരടി ചലിച്ചാ നീ ഇവിടെ മരിച്ചു വീഴും. റിവോൾവറിൽ പിടിമുറുക്കിക്കൊണ്ട് വിഷ്ണു നിന്നു. അതിന് മറുപടിയായി അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പൈശാചികമായ ചിരി കേട്ട് പോലീസുകാർ സ്തബ്ധരായി നിന്നുപോയി. ഓർക്കപ്പുറത്ത് വിഷ്ണുവിനെ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ മുന്നോട്ട് കുതിച്ചു. ഫയർ! വിഷ്ണു അലറി. തോക്കുകളിൽ നിന്നും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. എല്ലാം അയാളുടെ ദേഹത്ത് തുളഞ്ഞു കയറി അപ്പുറത്ത് ചാടി പാഞ്ഞുപോയി. വെടിയുണ്ട കയറിയ ദ്വാരത്തിലൂടെ അയാൾക്ക് എതിർവശത്തുള്ള സാധനങ്ങൾ അവർ കണ്ടു. ശരീരം മരവിച്ചതുപോലെ പോലീസുകാർ നിന്നുപോയി. വിഷ്ണുവിന്റെ റിവോൾവർ അയാളുടെ തല ലക്ഷ്യമാക്കി ബുള്ളറ്റ് വർഷിച്ചു. വെടിയുണ്ട കടന്നുപോയ ദ്വാരം അവൻ കണ്ടു. അയാൾ കൊടുങ്കാറ്റ് പോലെ കുതിച്ചു. വെടിയേറ്റ ഭാഗത്തു നിന്നും പച്ച നിറത്തിലുള്ള ചോര തറയിൽ ഇറ്റുവീഴുന്നത് അവർ കണ്ടു. പെട്ടെന്ന് അയാൾ തലയിലെ തൊപ്പി ഊരി വലിച്ചെറിഞ്ഞു. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിവിറച്ചു പോയി. മനുഷ്യന്റെ തലയോട് സാമ്യമുള്ള ഒരു ചെന്നായുടെ തലയായിരുന്നു അയാൾക്ക്. മുഖത്ത് മുഴുവനും പാമ്പിന്റേതുപോലുള്ള ശൽക്കങ്ങൾ. അയാൾ വായി തുറന്നപ്പോൾ കൂർത്ത കോമ്പല്ലുകൾ കടവായിലൂടെ ചാടിയിരിക്കുന്നവർ കണ്ടു. ശബ്ദിക്കാൻ മറന്നതുപോലെ അവർ നിന്നു. അയാൾ കോട്ടും പാൻറ്റും അഴിച്ചെറിഞ്ഞു. ദേഹത്തും കൈകാലുകളിലും നിറച്ച് രോമമുള്ള ഒരു സത്തമായിരുന്നു അത്. കൈകാലുകളിൽ കൂർത്ത നഖങ്ങൾ നീണ്ടുവന്നു. സാറേ, അത് മനുഷ്യനല്ല, മനുഷ്യ ചെന്നായാണ്, പിറയലോടെ ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വിഷ്ണുവിന്റെ മനസ്സിലൂടെ കടന്നുപോയി. കാട്ടിൽ വെച്ച് ഷൂട്ടിംഗ് സംഘത്തെ ഒരു മനുഷ്യ ചെന്നായ ആക്രമിച്ചതും മറ്റും അദ്ദേഹം ഓർത്തു. അപ്പോ അതിന്റെയൊക്കെ പിന്നിൽ ഇവനാണ്. ഇൻസ്പെക്ടർ, ഇപ്പൊ എന്തു പറയുന്നു? എന്നെ അറസ്റ്റ് ചെയ്യണോ? ആ സത്വം വിഷ്ണുവിന്റെ നേരെ തിരിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കപാലൻ എന്നൊരു ഭീകര സത്യത്തെ വകവരുത്തിയ കാര്യം വിഷ്ണു ഓർത്തു. നീ ആരാണ്? എന്താണ് നിന്റെ ലക്ഷ്യം? വീണു കിട്ടിയ ധൈര്യത്തിൽ വിഷ്ണു ചോദിച്ചു. ഒരു പോലീസ് ഓഫീസറായ താൻ ഒരിക്കലും അധൈര്യനാകാൻ പാടില്ല. ഞാൻ ഡിക്സ്നസ്, നരകത്തിന്റെ സന്തതി, ചെന്നായ ഓലിയിടുന്ന ശബ്ദത്തിൽ ആ സത്വം പറഞ്ഞു. നീ എന്തിനു ഭൂമിയിൽ വന്നു?
പ്രതികാരം ചെയ്യാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന എന്നെ ഹിമാലയത്തിൽ നിന്ന് വന്ന ഒരു സന്യാസി നശിപ്പിച്ചു. എനിക്ക് മടങ്ങേണ്ടി വന്നു. പക്ഷെ ഭൂമിയിലെ ജീവിതം എനിക്കിഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. എന്തിനാണ് നീ മനുഷ്യരെ കൊന്നൊടുക്കിയത്? ആഹാരത്തിന് വേണ്ടി. മനുഷ്യന്റെ ഹൃദയമാണ് എന്റെ മൃഷ്ടാന്ന പൂജ്യം. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാവരെയും കൊന്നത്. എന്നെ സഹായിക്കാൻ ഞാൻ എന്റെ രൂപത്തിലുള്ള ചിലരെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അവരിൽ ചിലരെ നിങ്ങൾ മനുഷ്യർ നശിപ്പിച്ചു. നീ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോവണം. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. എങ്കിൽ പഴയ സന്യാസിയെ ഞാൻ തേടി പിടിച്ചു കൊണ്ടുവരും. അതും സാധിക്കില്ല. അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യശക്തിക്ക് എന്നെ തളയ്ക്കാൻ സാധ്യമല്ല. ഇല്ല, നിന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ടൈഗർ വിഷ്ണു തോക്കെടുത്ത് ആ സത്വത്തിന്റെ കണ്ണിലേക്ക് വെടിവെച്ചു. മിന്നൽ വേഗത്തിൽ ആ സത്വം പാഞ്ഞു വന്ന വെടിയുണ്ട പിടിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പിന്നെ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു. അടുത്ത നിമിഷം ആ കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോയി. ആ സത്വത്തിന്റെ രണ്ടു വശങ്ങളിൽ നിന്നും വലിയ ചിറകുകൾ വിടർന്നു വന്നു. ഇനിയും കാണാം ഇൻസ്പെക്ടർ. വലിയൊരു ഹെലികോപ്റ്റർ ഉയർന്നു പോകുന്നത് പോലെ ടിഗ്നസ് എന്ന നരക സന്തതി ആകാശത്തിലേക്ക് ഉയർന്നു പറന്ന് അപ്രത്യക്ഷമായി. രാവിലെ ടൈഗർ വിഷ്ണുവിന്റെ ഫോൺ വന്നപ്പോഴാണ് സേവ്യർ ഉണക്കമുണർന്നത്. എന്താ സർ രാവിലെ? സേവ്യർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സലമയുടെ ഡെഡ് ബോഡി കണ്ടെടുത്തു. ആ വാർത്ത കേട്ട് ചലിക്കാനാവാതെ സേവ്യർ കുറച്ചു സമയം ഇരുന്നു പോയി. എവിടെ നിന്നാണ് സർ? ആ ഭീകരനെ പിടികൂടിയോ? വിഷ്ണു ഉണ്ടായതെല്ലാം പറഞ്ഞു. ഡിഗ്നസ് എന്ന സാത്താൻ രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ സേവ്യറിന് ശബ്ദിക്കാനേ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ഞാൻ അവനെ നശിപ്പിക്കും. ഇതെന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ആ, ആന്റിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സർ, ഇന്നലെ എനിക്ക് ഒരു ആക്രമണം നേരിടേണ്ടി വന്നു. സിതാര തന്നെ ആക്രമിക്കാൻ വന്ന കാര്യം സേവ്യർ പറഞ്ഞു. വിവരങ്ങളൊക്കെ HC പറഞ്ഞു ഞാൻ അറിഞ്ഞു സേവ്യർ. ടിഗ്നസ് എന്ന ഭീകരനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. ഞാൻ അല്പം തിരക്കിലാണ്, പിന്നെ വിളിക്കാം. കോൾ കട്ടായി. ആരായിരുന്നു വിളിച്ചത്? ഇൻസ്പെക്ടർ ആണോ? സേവ്യറിനുള്ള ചായയുമായി വന്ന ജൂലി ചോദിച്ചു. അതെ, ആന്റി മരിച്ചു. ഡെഡ് ബോഡി ആ ഭീകരന്റെ താവളത്തിൽ നിന്ന് കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. ജീസസ്, ജൂലി തളർന്നു പോയി. നമ്മളെ സഹായിക്കാൻ വന്നതാണ് ആന്റി. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആന്റിയുടെ വീട്ടിൽ വിവരം അറിയിക്കണം. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ബോഡി ഏറ്റുവാങ്ങണം. സേവ്യർ എണീറ്റ് അകത്തേക്ക് നടന്നു. ജൂലി ആന്റിയുടെ ഓർമ്മയിൽ നിശ്ചലയായി നിന്നു. അശോകിന്റെ മൊബൈൽ റിങ് ചെയ്തു. ലോലിത ഫോൺ എടുത്തു നോക്കി. സി ആണെന്ന് തോന്നുന്നു. അവൾ ഫോൺ അശോകിന് കൊടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അശോക്. നിങ്ങളുടെ ആക്ട്രസ് യമുനയുടെ അമ്മ ഗോമതിയുടെ ശവം കണ്ടെടുത്തിട്ടുണ്ട്. സർ, അവനെ പിടികൂടിയോ? ഇല്ല, പക്ഷേ നിലവറയിൽ നിന്നും കുറെ അധികം ശവശരീരങ്ങൾ കണ്ടെടുത്തു. അവയൊക്കെ ബന്ധുക്കളെ ഏൽപ്പിക്കണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഡിഗ്നസ് എന്ന ഭീകരനെ കുറിച്ച് വിഷ്ണു പറഞ്ഞപ്പോൾ ധരിച്ചിരിക്കാനേ അശോകിനായുള്ളൂ. ആ തൊപ്പിക്കാരൻ ഒരിക്കലും ഒരു ചെകുത്താനാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അശോക്, ആ കുട്ടിയുടെ ബന്ധുക്കളെയും മറ്റും വിവരം അറിയിക്കണം. ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഓഫ് കോഴ്സ് സർ. പിന്നെ വിളിക്കാം. കോൾ കട്ടായി. യമുനയുടെ അമ്മയുടെ ശവശരീരം കണ്ടെത്തിയെന്ന് അശോക് ലോലിതയോട് പറഞ്ഞു. ഇന്ന് ഷൂട്ടിംഗ് വേണ്ട. ആ കുട്ടിയോട് വിവരം പറയണം. ഞാൻ ദേവസാറിനെ കാണട്ടെ. അശോക് ചെല്ലുമ്പോ ദേവൻ അന്ന് എടുക്കേണ്ട സീനുകൾ പരിശോധിക്കുകയായിരുന്നു. സാറേ, ഇന്ന് നമുക്ക് ഷൂട്ടിംഗ് വേണ്ട. അതെന്താ അശോക്? ഗോമതി ചേച്ചിയുടെ ശവം കണ്ടെടുത്തു. സുനിൽ പറഞ്ഞ പഴയ പള്ളി കെട്ടിടത്തിൽ നിന്നും. ഇന്നലെ ഇൻസ്പെക്ടർ വിഷ്ണു റെയ്ഡ് നടത്തി കുറെ ശവശരീരങ്ങൾ കൂടി കണ്ടെടുത്തു. എന്നിട്ട് ആ ക്രിമിനലിനെ പിടികൂടിയോ? ഇല്ല, അവൻ രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിച്ചതുപോലെ അവൻ മനുഷ്യനല്ല, സാത്താന്റെ സന്തതിയാണ്. അശോക് പറഞ്ഞത് കേട്ട് ദേവൻ അമ്പരന്നു പോയി. അശോക്, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് ഈ രീതിയിലൊന്ന് മാറ്റിയാലോ? വളരെ പുതുമ ഉണ്ടാവും. ദേവൻ അശോകിനെ നോക്കി. അപ്പോഴാണ് അയാളും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ശരിയാണ് സർ, ഒരു ഇംഗ്ലീഷ് സിനിമയുടെ രൂപവും ഭാവവും ഉണ്ടാകും. സാറ് മുരളിപ്രസാദുമായി സംസാരിച്ച് ക്ലൈമാക്സ് പൊളിച്ചെഴുതണം. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലാത്ത സ്ഥിതിക്ക് സ്ക്രിപ്റ്റിന്റെ പണി തീർക്കുകയും ചെയ്യാം. ഞാൻ യമുനയോട് കാര്യങ്ങൾ പറയട്ടെ. ബന്ധുക്കളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുകയും വേണം. അശോക് യമുനയുടെ മുറിയിലേക്ക് ചെന്നു. അവിടെ സുനിലും യമുനയും സംസാരിച്ചിരിക്കുകയായിരുന്നു. യമുന, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ സർ? അവൾ ഉദ്യോഗത്തോടെ അശോകിനെ നോക്കി.
യമുനയുടെ അമ്മ മരിച്ചു. ശവശരീരം ആ പഴയ പള്ളിയിൽ നിന്നും പോലീസ് പാർട്ടി കണ്ടെടുത്തു. സുനിൽ അർത്ഥഗർഭമായി അശോകിനെ നോക്കി. 3-4 മിനിറ്റ് നേരത്തേക്ക് സ്തംഭനാവസ്ഥയിലായിരുന്ന യമുന പൊട്ടിക്കരഞ്ഞു. നാട്ടിലുള്ള വേണ്ടപ്പെട്ടവരുടെ ഫോൺ നമ്പറുകൾ തരണം, വിവരം അറിയിക്കണം. യമുനയും നാട്ടിലേക്ക് പോയിക്കോളൂ, സീനുകളൊക്കെ തീർന്നില്ലേ, ഇന്ന് ഷൂട്ടിങ്ങും ഇല്ല. അശോക് മുറിവിട്ട് പോയതും സുനിൽ അവളെ ആശ്വസിപ്പിച്ചു. കരയാതെ യമുനെ, എന്തായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അന്ന് പള്ളിക്കുള്ളിലെ നിലവറയിൽ നമ്മൾ അകപ്പെട്ടത് നീ ഓർക്കുന്നില്ലേ? അവിടെ വെച്ച് ഞാൻ ഗോമതി ചേച്ചിയുടെ ശവശരീരം കണ്ടതാണ്. നിന്നോട് പറഞ്ഞില്ലെന്ന് മാത്രം. അതുകൂടി കേട്ടപ്പോൾ യമുനയുടെ സങ്കടം ഇരട്ടിയായി. എന്നിട്ട് സുനിൽ എന്നോട് പറയാതിരുന്നത് എന്താ? അവൾ തേങ്ങി. നിന്നോട് പറഞ്ഞ നീ വിഷമിക്കും, അറിയുമ്പോ അറിയട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ശവശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടി. ഗോമതിയുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്നും വന്നിരുന്നു. അവർക്കൊപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് യമുനയും നാട്ടിലേക്ക് മടങ്ങി. എത്ര സന്തോഷത്തോടെയാണ് താനും അമ്മയും ലൊക്കേഷനിലേക്ക് വന്നത്. ഇപ്പോഴും താനും അമ്മയുമാണ് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അമ്മ ഇതൊന്നും അറിയാതെ ശാന്തമായി ഉറങ്ങുന്നു. ഓർത്തപ്പോൾ യമുനയുടെ സങ്കടം അണപൊട്ടി ഒഴുകി. ബന്ധുക്കളിൽ ഒരാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സലോമയുടെ ശവശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സേവറും ജോലിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ലോലിത മുറിയിലിരുന്ന് TV കാണുകയായിരുന്നു. അപ്പോഴാണ് മൊബൈൽ ചലിച്ചത്. എടുത്തു നോക്കി. പരിചയമില്ലാത്ത നമ്പറാണ്. എങ്കിലും കോൾ ബട്ടൺ അമർത്തി. ഹലോ ഹലോ മാഡം, ഞാൻ ജാക്കിയാണ്. ജാക്കിയോ? എന്താ വിശേഷിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ? പണത്തിന്റെ കാര്യമല്ലേ? അതെ. ഫെലിക്സിക്ക് എന്നെ എന്തോ സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ അവന്റെ കഥ തീർക്കും. എന്നിട്ട് മാഡത്തിനെ കാണാൻ വരാം. ചിലപ്പോ അവൻ എന്റെ കഥ കഴിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഡം കരുതിയിരിക്കണം. അത് പറയാനാണ് വിളിച്ചത്. ഇനി ഓപ്പറേഷന് ശേഷം കാണാം. ബൈ. ജാക്കിയുടെ കോൾ കട്ടായി. ഫെലിക്സി വിവരം മണത്തറിഞ്ഞു. എങ്കിൽ സൂക്ഷിക്കണം. അവൾ വീണ്ടും ടിവിയുടെ മുന്നിലേക്കിരുന്നു. സലോമയുടെ ശവസംസ്കാരം കഴിഞ്ഞ് സേവറും ജോലിയും കാറിൽ മടങ്ങുമ്പോൾ രാത്രി ഏറെ വളർന്നിരുന്നു. ഹെഡ്ലൈറ്റുകൾ ചാലുകീറുന്ന പ്രകാശഗഹ്വരത്തിലൂടെ കാർ കുതിച്ചു. പെട്ടെന്ന് ശക്തിയായ കാറ്റും മഴയും ആരംഭിച്ചു. തുള്ളിക്കൊരു കുടം എന്ന കണക്കെ മഴ പെയ്തുകൊണ്ടിരുന്നു. കാറിന്റെ ഗ്ലാസ്സിലൂടെ വെള്ളം കുത്തിയൊലിച്ചു. വൈപ്പർ ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യവുമില്ലെന്ന് അവർക്ക് തോന്നി. നിറച്ചും മൂടൽ മഞ്ഞു. വഴി വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. മഴ കുറയുന്നവരെ കാർ നിർത്തിയിട്ടാലോ ചേട്ടാ? ജൂലി ചോദിച്ചു. അത് വേണ്ട. വിജനമായ വഴിയിൽ കാർ നിർത്തിയിട്ടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവഴി വന്നാൽ അവർക്ക് പണി എളുപ്പമാകും. കാർ ഒരാമയെ പോലെ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലൂടെ ഇഴഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആകാശത്ത് ഒരു ചിറകടി ശബ്ദം കേട്ടു. അതെന്താണ്? ഒരു ഹെലികോപ്റ്റർ ആണോ? സേവ്യർ സംശയത്തോടെ ജൂലിയെ നോക്കി. ഇടി മുഴങ്ങുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു. അപ്പോൾ കാറിന്റെ പ്രകാശത്തെ ഒരു നിഴൽ വന്ന് മൂടിയതുപോലെ അവർക്ക് തോന്നി. സേവ്യർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. കാറ് തല്ലി അലച്ചതുപോലെ റോഡിൽ നിന്നു. കാറിന് മുമ്പിൽ ഇരുട്ട് കട്ടപിടിച്ചതുപോലെ ഒരു രൂപം നിൽക്കുന്നത് അവർ ഞെട്ടലോടെ കണ്ടു. അടുത്ത നിമിഷം നഖങ്ങളും രോമങ്ങളും നിറഞ്ഞ ഒരു കൈ കാറിന്റെ ഡോർ വലിച്ചു പറിച്ചെടുത്തു. സേവ്യർ പുറത്തേക്കിറങ്ങി. മുന്നിൽ നിൽക്കുന്ന ഡിഗ്നസ് എന്ന ഭീകരനെ കണ്ട് അയാൾ ഞെട്ടിവിറച്ചു. നീ നീ ആരാണ്? എന്നെക്കുറിച്ച് നീ ഒന്നും അറിഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ഇൻസ്പെക്ടർ പറഞ്ഞു തന്നു കാണുമല്ലോ. ഞാനാണ് ഡിഗ്നസ്, നരകത്തിന്റെ സന്തതി. കാട്ടുപന്നി മുക്കറിയിടുന്നത് പോലെ അസത്വം പറഞ്ഞു. ടൈഗർ വിഷ്ണു പറഞ്ഞ കാര്യം ഒരു മിന്നൽ പോലെ സേവറിന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആരാ ചേട്ടാ അത്? പേടിയോടെ ജൂലി പുറത്തേക്ക് ഇറങ്ങി. ഡിഗ്നസിനെ കണ്ടതും അവൾ ഉറക്കെ നിലവിളിച്ചു. ജൂലിയെ കണ്ടതും ഇരയെ കണ്ട ചെന്നായെ പോലെ അവൻ നാവ് നുണഞ്ഞു. വഴിന്ന് മാറി പിശാചേ, ഞങ്ങൾ പോകട്ടെ. ധൈര്യം സംഭരിച്ച സേവ്യർ പറഞ്ഞു. പിന്നെ പോക്കറ്റിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്ത് ചൂണ്ടി. മണ്ടനായ മനുഷ്യ, നിന്റെ തോക്കുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞു തീർന്നതും തോക്ക് പിടിച്ച കൈക്കിട്ട് ആഞ്ഞടിച്ചു. അയ്യോ! സേവ്യർ നിലവിളിച്ചു. അയാളുടെ വലതു കൈ ഒടിഞ്ഞു തൂങ്ങി. തോക്ക് തെറിച്ചുപോയി. ചേട്ടാ! ജൂലി ഓടി വന്നു. ആ ഭീകര സത്വം സേവ്യറിന്റെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തിയിറക്കുന്നത് പോലെ വലതു കൈ കുത്തിയിറക്കി. അയ്യോ അമ്മേ! ദിഗന്ധങ്ങൾ നടുങ്ങും പോലെ സേവ്യർ നിലവിളിച്ചു. രക്തം പൂക്കുറ്റി പോലെ ചീറ്റി. ഡിഗ്നസ് സേവ്യറിന്റെ ഹൃദയം വലിച്ചു പറിച്ചെടുത്ത്
വായിലേക്കിട്ടു. ആ കാഴ്ച കണ്ട് ജൂലി തളർന്നു വീണു. ഡിഗ്നസ് ജൂലിയെ കോരിയെടുത്ത് തോളിൽ കിടത്തി. പിന്നെ ചിറക് വിടർത്തി ആകാശത്തേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. സേവ്യറിന്റെ ശവശരീരം മഴവെള്ളത്തിൽ വീണു കിടക്കുകയായിരുന്നു. ചുറ്റും ചോരപ്പുഴ തീർത്തുകൊണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ദൂരെ നിന്നും ഒരു വാഹനത്തിന്റെ പ്രകാശം അടുത്തു വന്നു. സേവ്യറിന്റെ കാറിനടുത്ത് അത് നിന്നു. ഒരു പോലീസ് ജീപ്പായിരുന്നു വന്നത്. അതിൽ നിന്നും CI ടൈഗർ വിഷ്ണു ഇറങ്ങി. നെഞ്ചു പിളർന്ന് മരിച്ചു കിടക്കുന്ന സേവ്യറിനെ കണ്ട് വിഷ്ണു ഞെട്ടി. ഡിഗ്നസ്, നിനക്കിനി രക്ഷയില്ല, വിഷ്ണു മന്ത്രിച്ചു. രാവിലെ വിവരമറിഞ്ഞ അശോക് ഞെട്ടിപ്പോയി. സേവ്യർ ജോൺ മരിച്ചെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്തയും അയാളെ തേടിയെത്തി. ജൂലിയുടെ വികൃതമായ ശവശരീരം കായൽ തീരത്ത് നിന്നും പോലീസ് കണ്ടെടുത്തുവെന്നായിരുന്നു അത്. ഭദ്രൻ കൊടുങ്കാറ്റ് പോലെ ഫെലിക്സിയുടെ മുറിയിലേക്ക് കയറി വന്നു. സാറേ, ചതിച്ചു, ജാക്കി നമ്മളെ ചതിച്ചു, ഒറ്റ ശ്വാസത്തിൽ ഭദ്രൻ പറഞ്ഞു. എന്താണ് ഉണ്ടായത്? ഫെലിക്സി തിരക്കി. അവൻ ലോലിതയുമായി സാറിനെ കൊല്ലാനുള്ള കരാറിൽ ഒപ്പുവെച്ചു. ഏ? ഫെലിക്സി ഞെട്ടിപ്പോയി. സാർ അവന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തു കൊന്ന വിവരം അവൻ അറിഞ്ഞു കഴിഞ്ഞു. ഭദ്ര, എങ്കിൽ ഇനി ജാക്കി ജീവനോടെ ഇരിക്കരുത്. ഫിനിഷ് ചെയ്യും. ഓക്കെ സർ. ഭദ്ര മുറിവിട്ടതും ഫെലിക്സിയുടെ ചുണ്ടിലേക്ക് ഒരു പുഞ്ചിരി പാറി വന്നു. ആയിന്റെ മോളെ, വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത്, അയാൾ മന്ത്രിച്ചു. ആ സമയത്ത് ഫെലിക്സിയുടെ കാറിന്റെ ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നു. ജാക്കി പെട്ടെന്ന് അവന്റെ തലയ്ക്ക് പിന്നിൽ ഒരു തോക്കുമുട്ടി. ഡോണ്ട് മൂവ്, ഐ വിൽ ഷൂട്ട് യു. അവൻ തല തിരിച്ചു നോക്കി. ഭദ്രൻ. നീയോ? ജാക്കി ഒറ്റ തട്ടിന് തോക്ക് തെറിപ്പിച്ചു കളഞ്ഞു. പിന്നെ അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു. അമ്മേ! ഒരു നിലവിളിയോടെ ജാക്കി മറിഞ്ഞു വീണപ്പോൾ പിന്നിൽ നിന്നും ഫെലിക്സി റിവോൾവറുമായി ഇറങ്ങി വന്നു. പാവം, ഒരു ബുള്ളറ്റ് ചിലവാക്കേണ്ടി വന്നു. ഇവനെയൊക്കെ ഗുണ്ടയാക്കിയവനെ വേണം തല്ലാൻ. കൊണ്ടുപോയി കാലിൽ താഴ്ത്ത്. എന്നിട്ട് ഇത് ആ ഭീകരന്റെ തലയിൽ കെട്ടിവെച്ചേരെ. ഇനി അടുത്തത് ലോലിത. അവളെ ഞാൻ തന്നെ തീർക്കും. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനിൽ ചന്ദ്രന്റെയും ലോലിതയുടെയും സീനുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. ആർക്കും ഒരു ഉത്സാഹവും തോന്നിയില്ല. ഡിഗ്നസ് എന്ന ഭീകരൻ ഏത് നിമിഷവും തങ്ങളെ തേടി വരുമെന്ന് ഓരോരുത്തരും ഭയന്നു. ദേവൻ എത്രയും പെട്ടെന്ന് സീനുകൾ തീർത്തുകൊണ്ടിരുന്നു. ഈ പടം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന ചിന്തയായിരുന്നു എല്ലാവർക്കും. 4 മണിക്ക് തന്നെ ഷൂട്ടിംഗ് പാക്കപ്പായി. ഇനി 2 ദിവസത്തെ വർക്ക് കൂടി കഴിഞ്ഞാൽ പടം തീരും. അപ്പോൾ ലോലിതയുടെ മുറി തുറന്ന് ഫെലിക്സി അകത്ത് കയറി. അയാൾ മേശയിലും അലമാരയിലും എന്തൊക്കെയോ തെരഞ്ഞു. ആ സമയം വാതിലിന്റെ ഹാൻഡിൽ തിരിഞ്ഞു. ഫെലിക്സി പോക്കറ്റിൽ നിന്നും തോക്കെടുത്തുകൊണ്ട് അലമാരയ്ക്ക് പിന്നിൽ ഒളിച്ചു. വാതിൽ തുറന്ന് ലോലിത അകത്ത് കയറി. പിന്നെ വാതിൽ ചാരി കിടക്കയിൽ ഇരുന്നുകൊണ്ട് ചെരുപ്പുകൾ ഊരിവെച്ചു. അത് കഴിഞ്ഞ് എണീറ്റ് നിന്ന് ഡ്രസ്സ് അയച്ച് നിലത്തിട്ടു. ഫെലിക്സി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം, ഉടവ് തട്ടാത്ത ശരീരം, ഒരു മാറ്റവുമില്ല, അയാൾ മന്ത്രിച്ചു. അവൾ കിടക്കയിൽ കിടന്നുകൊണ്ട് മൊബൈലിന്റെ ഇയർഫോൺ എടുത്ത് കാതിൽ തിരുകി ഏതോ ഹിന്ദി പാട്ട് ഓൺ ചെയ്തു. അപ്പോൾ അലമാരയ്ക്ക് പിന്നിൽ നിന്നും ഫെലിക്സി ഇറങ്ങി വന്നു. പാട്ട് കേട്ട് രസിക്കുകയാണോ? ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ലോലിത ഞെട്ടലോടെ ചാടി എണീറ്റു. എണീറ്റ് ബഹുമാനമൊന്നും കാണിക്കണ്ട, ഇരിക്കടി അവിടെ. പെട്ടെന്ന് ലോലിത ബെഡിലിരുന്നു. നീ എന്നെ കൊല്ലാൻ എന്റെ ഗുണ്ടയെ തന്നെ ഏർപ്പാട് ചെയ്യും അല്ലേ? എന്നാ കേട്ടോ, അവനിപ്പോ കായലിന്റെ അടിയിൽ കിടപ്പുണ്ട്. ഇനി എന്റെ ഊഴമാണ്. നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ട്. ആദ്യം നീ, പിന്നെ നിന്റെ മറ്റവൻ അശോക്. എന്നിട്ട് ഈ 2 മരണവും ഞാൻ ആ ചെകുത്താന്റെ തലയിൽ കെട്ടിവെക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഒന്നും കാണാതെ ഫെലിക്സി കളിക്കില്ലെന്ന് നിനക്കറിയാമോ? അയാൾ തോക്കെടുത്ത് അവളുടെ മാറിന് നേരെ ഉന്നം പിടിച്ചു. അപ്പോ പുറത്തൊരു ചിറകടി ശബ്ദം കേട്ടു. വാതിൽ തകർത്തുകൊണ്ട് ഒരു ഭീകര സത്വം മുറിക്കുള്ളിലേക്ക് പറന്നിറങ്ങി. ലോലിതയും ഫെലിക്സിയും ഞെട്ടിപ്പോയി. അത് ഡിഗ്നസ് എന്ന ഭീകരനായിരുന്നു. അവൻ ഒറ്റയടിക്ക് ഫെലിക്സിയെ തറയിലേക്കിട്ടു. പിന്നെ മാറിടം പിളർന്ന് ഹൃദയമെടുത്ത് വായിലിട്ട് ചവച്ചരച്ചു. ചോര മരവിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് ഐസ് പോലെ തണുത്തുറഞ്ഞു നിൽക്കുകയായിരുന്നു ലോലിത. എല്ലാവരും പറയുന്ന ഭീകരൻ ഇതാണ്, അവൾ ഞെട്ടലോടെ ഓർത്തു. അവളെ നോക്കി ആ സത്വം ചെന്നായ ഓലിയിടുന്ന പോലെ ഒരു ശബ്ദം കേൾപ്പിച്ചു. പിന്നെ ഒരു പുഷ്പം പോലെ അവളെ എടുത്തുയർത്തി പുറത്തേക്ക് ഓടി. ടെറസിൽ നിന്നും താഴേക്ക് പറന്നിറങ്ങി. ഹോട്ടലിലേക്ക് വരുന്ന അശോകിനെയും ദേവനെയും യൂണിറ്റ് അംഗങ്ങളെയും കണ്ട് ലോലിത നിലവിളിച്ചു. അപ്പോഴാണ് അവർ ലോലിതയെയും ഭീകരനെയും കണ്ടത്. അയ്യോ, ആ ഭീകര സത്വം ലോലിതയുമായി പോകുന്നു! ആരോ നിലവിളിച്ചു. അവനെ വിടരുത്, അവളെ രക്ഷിക്കണം, വരൂ!
അശോകും കുറെ ആളുകളും അവർക്ക് പിന്നാലെ താഴെ കൂടി ഓടി. പുറത്ത് റോഡിൽ പഴയൊരു ട്രക്ക് കിടക്കുന്നത് അവർ കണ്ടു. അത് അവന്റെ ട്രക്കാണ്, അതിൽ കയറി അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, അശോക് അലറി. എന്ത് ചെയ്താലും അവൻ രക്ഷപ്പെടും സർ, സുകുമാരൻ പറഞ്ഞു. കത്തിച്ചു കളയാം, അതേ രക്ഷയുള്ളൂ. തിരക്കഥയുടെ ഒരു മുരളീപ്രസാദ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ട് ദേവൻ പറഞ്ഞു. അതൊരു നല്ല ഐഡിയ ആണെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷെ എങ്ങനെ? അടുത്ത നിമിഷം ഡിഗ്നസ് ലോലിതയുമായി ട്രക്കിന്റെ മുകളിലേക്ക് പറന്നിറങ്ങി. മിന്നൽ വേഗത്തിൽ ട്രക്കിനടിയിലേക്ക് കയറിയ സുകുമാരൻ അതിന്റെ പെട്രോൾ ടാങ്കിന്റെ അടപ്പ് തുറന്ന് ലൈറ്റർ കത്തിച്ചെറിഞ്ഞു. പിന്നെ ശരവേഗത്തിൽ കുതിച്ചു പാഞ്ഞു. പെട്ടെന്ന് തീ ആളിക്കത്തി. അത് കണ്ട് ഭയന്നുപോയ ഡിഗ്നസ് ലോലിതയുടെ പിടുത്തം വിട്ടു. അവൾ ട്രക്കിൽ നിന്നും പ്രാണഭയത്താൽ പുറത്തേക്ക് ചാടി. ഒരു നിമിഷത്തിന്റെ പകുതിയിൽ എല്ലാം കഴിഞ്ഞു. വലിയൊരു സ്ഫോടനത്തോടെ ട്രക്ക് പൊട്ടിത്തെറിച്ചു. 4 ചുറ്റിലും തീ ആളിപ്പടർന്നു. ആ തീക്കുള്ളിൽ നിന്നും രക്ഷപ്പെട്ട ഡിഗ്നസ് എന്ന നരകസന്തതി ആകാശത്തിലേക്ക് ഉയർന്നു. പിന്നെ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു. അശോക് ഓടി ലോലിതയുടെ അടുത്തെത്തി. അവളുടെ ശരീരത്തിൽ തീപ്പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു, എങ്കിലും മാരകമായിരുന്നില്ല. അശോക്, ആ ജന്തു തീയിൽ നിന്ന് രക്ഷപ്പെട്ടു, എങ്കിലും നമ്മുടെ ജീവൻ ബാക്കി കിട്ടിയല്ലോ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലോലിത വേദനയ്ക്കിടയിലും പുഞ്ചിരിച്ചു. സംഭവിച്ചതെല്ലാം സത്യമാണോ എന്ന് അശോകിനും ദേവനും അപ്പോഴും നിശ്ചയമില്ലായിരുന്നു. ആ സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ടൈഗർ വിഷ്ണുവിന്റെ ജീപ്പ് ഹോട്ടലിലേക്ക് വരികയായിരുന്നു. കാട്ടുചെന്നായ എന്ന ഈ നോവൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.